പ്രൈസ് ദ ലോർഡ്. ലോക്ക്ഡൗണിൻ്റെ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ഒരുക്കത്തോടെ ആരാധിക്കുവാൻ തന്ന പദവികൾക്കായി കർത്താവിനെ സ്തുതിക്കാം. ബethel ചർച്ചിൻ്റെ ഈ ഓൺലൈൻ വർഷിപ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആഗോള വ്യാപകമായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഏവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. സ്തോത്രത്തോടെ നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്കിലും ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ, ആത്മീയമായി വളരുവാൻ തന്ന ഓരോ അവസരങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട്, അതേസമയം ഈ വിശുദ്ധ പകൽക്കാലം അങ്ങേ ആത്മാവിലും സത്യത്തിലും അഗാൻ പരിമിതികൾക്കുള്ളിലെങ്കിലും ആരാധിക്കുവാൻ പത്മോസിൻ്റെ ദ്വീപിൽ യോഹന്നാൻ അങ്ങേ ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വന്നതുപോലെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്ന, വചനത്തിൽ നിന്നും ധ്യാനിക്കുന്ന ഓരോ നിമിഷങ്ങൾ, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് ഈ ആരാധനയുടെ ഓരോ ഘടകങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സഹായം, വലിയ ആത്മശക്തി ഞങ്ങൾ ചോദിക്കുന്നു. പാട്ടുകളിൽ ദൈവകൃപ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം ആരാധനകളിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ, അഭിഷേകത്തിൻ്റെ അളവുകൾ, അതിൻ്റെ നിയോഗങ്ങൾ ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ചതുപോലെ, കർത്താവെ ഏലീശയിലേക്ക് പകർന്നതുപോലെ, പെന്തക്കോസ്ത് നാളിൽ പകർന്നതുപോലെ ഞങ്ങളുടെ മേൽ വരുവാൻ കർത്താവെ ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഞങ്ങൾ ചോദിക്കുകയാണ്. ബ്ലെസ് യുവർ ഹോളി നെയിം, ബ്ലെസ് യുവർ ഹോളി നെയിം, ബ്ലെസ് യുവർ ഹോളി നെയിം. അങ്ങയുടെ വിശുദ്ധ നാമത്തെ ഉയർത്തുന്നു. എന്ന ഭവനങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനകൾ സ്വർഗം അംഗീകരിക്കണം, സ്വീകരിക്കണം, സ്വർഗം പ്രസാദിക്കുന്നതായിരിക്കുവാൻ അതിൻ്റെ മേൽ ഞങ്ങൾ രക്തം വിശ്വാസത്താൽ തളിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഞങ്ങൾ ഇന്ന് തിരുസന്നിധിയിൽ ഞങ്ങളുടെ ആരാധനകൾ അർപ്പിക്കുന്നു. ആദ്യ അവസാനം ഭരിച്ചു നടത്തിയാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏത് പ്രശ്നത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഏകനായിരിക്കുന്നുവെങ്കിലും ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് ആരാധനയെങ്കിൽ ഒരു വിടുതലുണ്ട്. ആമേൻ. ഒരുപക്ഷെ നാളെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മുടെ നാളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്നുകൾക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പ്രവൃത്തി തുടങ്ങിയ കർത്താവ് അതിൻ്റെ സമയത്ത് വഴികളെ തുറന്ന് നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രയാസങ്ങളിലായാലും, ഭാരങ്ങളിലായാലും, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടെ നമ്മൾ കടന്നു പോയാലും അവിടെയും നമ്മെ താങ്ങുന്നവൻ, നമ്മെ കരുതുന്ന ഒരു കരമുണ്ട്. ഇന്ന് പകൽ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കിയാട്ടെ, ഒന്ന് രുചിച്ചറിഞ്ഞാട്ടെ. നമ്മുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും എല്ലാം ഒന്ന് മാറ്റിവെച്ചാട്ടെ, എല്ലാ ചിന്തകളെയും ഒന്ന് മാറ്റിവെച്ചാട്ടെ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിവെച്ചിട്ട് പൂർണ്ണമായി ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഭരിക്കുന്നത് ചിന്തകളല്ല, പ്രയാസങ്ങളല്ല, ഭാരങ്ങളല്ല. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്നുള്ള വിശ്വാസം, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വചനം പറയുന്നത് പോലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമോ? ഓ താങ്ക് യു ജീസസ്. ഹൃദയം തകർന്നിരിക്കുന്നവരുടെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം, ഓ ഹല്ലേലൂയ, ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ഇപ്പോൾ ഇറങ്ങുന്നതിനാൽ ആ ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങുന്നതിനാൽ ഒരു ആശ്വാസമായി, ശക്തിയായി, വിടുതലായി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം പകരപ്പെടുന്നതിനാൽ ലോർഡ് വി താങ്ക് യു ജീസസ്. പാടുവാൻ കഴിയുമോ? എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്,
ഹല്ലേലൂയ. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ആ ഹൃദയത്തിൽ കരം വെച്ച് ഒന്ന് പാടുവാൻ കഴിയുമോ? താങ്ങും കരങ്ങളുണ്ട്, എൻ്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതൻ ദുഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും, കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും, മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഇന്ന് പകൽ ആ പുതുജീവൻ നേടിയെടുത്താട്ടെ. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ശത്രു നിന്നെ നോക്കി നീ മരണത്തിൽ കൂടെ കടന്നു പോകുമെന്ന്, നിന്റെ ജീവിതം അവസാനിച്ചുവെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ഒരു പുതുജീവൻ, ഒരു പുതുജീവൻ, ഒരു പുതുജീവൻ ഇന്ന് നിന്നിൽ പകർന്ന് നിന്നെ ഉയർപ്പിക്കുന്ന, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും എനിക്കൊന്നിനെ ഭയപ്പെടുവാനില്ല. ഇന്ന് പകൽ എന്നിൽ ഭരിക്കുന്നത് പുതുജീവന്റെ ആത്മാവാണെന്ന് പറയുന്നവർ, അന്ധകാരത്തിൽ നീ പ്രകാശം ഇന്ന് പകൽക്കാലം കാണുവാൻ തക്കവണ്ണം, ഓ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്നെ ഉയർത്തുന്നവനായ ദൈവം, ആ ദൈവസ്നേഹം മനസ്സിലാക്കി കൊടുത്ത് അത് അനുഭവിക്കുന്നവർ ചേർന്ന് പാടുവാൻ കഴിയുമോ? അന്ധകാരത്തിൻ പ്രകാശം നീ, വിശ്രമവും വഴിയും
നീ. കുറവില്ലരിക്ക പ്രിയനാകയാ, നിന്നാമം മാത്രമാണ് എൻ ജീവിതം. അന്ധകാരത്തിൽ പ്രകാശം നീയോ, വിശ്രമവും വഴിയും ആകുന്നു നീ. കുറവില്ലരിക്കാൻ പ്രിയരാകയാ, നിന്നാമം എൻ ജീവിതം. യേശു നാഥാ, മഹത്വം അങ്ങേക്ക്. വാനവും ഭൂമിയും വാഴ്ത്തുന്നു നിൻ നാമം. യേശു, യേശു We lift your holy name, O Father. Lord, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ എങ്ങുമില്ല കർത്താവേ. ഇന്നും എന്നേക്കും എന്നും. There is no one, there is no one, there is no one. Lord, ഞങ്ങൾ പാടിയതുപോലെ അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ എങ്ങുമില്ല. എന്നെ എന്നേക്കും നടത്തുന്നവൻ, എന്നെ ശക്തനാക്കുന്നവൻ. ഇന്ന് പകൽ അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ എങ്ങുമില്ല. ഇന്നും എന്നേക്കും ഇരിക്കുന്നവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അക്കരങ്ങളെ തട്ടി എല്ലാ മഹത്വവും അവന് കൊടുത്താട്ടെ, എല്ലാ പുകഴ്ചകളും അവന് കൊടുത്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. അസാധ്യമായി ഒന്നുമില്ലാത്തവൻ, സകലവും സാധ്യമാക്കുന്നവൻ. ഇത് പകൽക്കാലം വിശ്വാസത്തോടെ പാടി ആരാധിക്കാം. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ എൻ്റെ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ പ്രയാസങ്ങളും കർത്താവിൻ്റെ കരത്തിലോട്ടൊന്ന് കൊടുക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ ഒന്ന് കൈമാറിയിട്ട് ഇത് പകൽക്കാലം ആശ്വാസം പകരം ലഭിക്കുവാൻ, ആമേൻ, ആശ്വാസത്തോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നൃത്തത്തോടെ ഇന്ന് പകൽക്കാലം പാടി ദൈവത്തെ ആരാധിക്കാം. എന്നെ കരുതുന്നവനാണ്, എന്നെ നടത്തുന്നവനാണ്, എന്നെ പരിപാലിക്കുന്നവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പാടി ആരാധിക്കാം. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരും പാപത്തിൽ നൽതുടതാൻ
പെരുന്നാപത്തിൽ നൽ തണൽ താൻ, വരുമാപത്തിൽ നൽ തുണതാൻ, പെരുന്നാപത്തിൽ നൽ തണൽ താൻ. ഇരുൾ മൂടുവൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുവൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനൊന്ന് വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനൊന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ താൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യവും എനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്ക് വരാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്ക് വരാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. അന്നു ഞാൻ അവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണിൽ പൂർണ്ണമായി തോർന്നിടുമേ. അന്നു ഞാൻ അവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണിൽ പൂർണ്ണമായി മാറിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ വിശ്വാസത്തോടെ പാടിയട്ടെ. ഓ എന്നെ കരുതുവാൻ എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളാതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭാവിക്കാത്തവൻ. പെറ്റ തള്ളാതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭാവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ വിശ്വാസത്തോടെ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും ഞാൻ പാർത്തിടും ഞാൻ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തഴും യാഹവൻ താൻ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തഴും യാഹവൻ താൻ. ഒരു ഇടയരെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹപദാശ്ചര്യമേ. ഒരു ഇടയരെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹപദാശ്ചര്യമേ.
അനുഭവിക്കുവാൻ തക്കവണ്ണം നൃത്തത്തോടെ ആനന്ദത്തോടെ we worship you, Lord. We glorify your name, Jesus. Divana hattara dinagaramdara dinagaranam divanagaranam o dere 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 divana hattara dinagaranam. We glorify your name. We praise your name. Your presence, oh Lord, Father. Praise the Lord. Praise the Lord. ദൈവത്തിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും ഇന്ന് പകൽ ദൈവസന്നിധിയിൽ എടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അരുളി ചെയ്ത ദൈവിക പദവിക്കായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. അനേക ആവർത്തി ദൈവസഭയിൽ എടുത്തിട്ടുള്ള ഒരു ദൂത് വീണ്ടും ദൈവസഭയിൽ ആവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിയോഗം തന്നതിനാൽ സഭയെ ഒരു മണവാട്ടിയോട് ഉപമിക്കുന്നു. നിഷ്കളങ്ക നിർമ്മല കന്യക എന്ന ആശയത്തിലേക്ക് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും നിർമ്മല കന്യക എന്ന ആശയം, സഭയെ കുറിക്കുന്ന ആശയം വീണ്ടും വീണ്ടും സഭയിൽ എടുക്കുന്നത് അല്ലെങ്കിൽ ആവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അയ്യോ ഇത് സഭയുടെ ദൂത, പിന്നെ സഭയ്ക്കുള്ള ദൂതല്ലാതെ എന്താ ആവർത്തിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം സഭയെ ഒരുക്കുക എന്നതാണ്. പിന്നെ സഭയ്ക്കുള്ള ദൂതല്ലാതെ എന്താണ് എടുക്കുക? അതുകൊണ്ടായിരിക്കാം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ വീണ്ടും ഈ ആശയം തന്നതിനാൽ ഇന്നു പകൽ ഇത് ദൈവസഭയുടെ മുമ്പിൽ വീണ്ടും വയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അല്പം വിഭിന്നമായ മറ്റൊരാശയം ഇന്ന് ദൈവസന്നിധിയിൽ വയ്ക്കേണ്ടതിന് വേണ്ടി സകല തയ്യാറെടുപ്പും കഴിഞ്ഞിട്ടും ദൈവാത്മാവ് ആവർത്തിച്ച് ഈ വിഷയം ഉത്ബോധിപ്പിച്ച് പറഞ്ഞതുകൊണ്ട്, ഇത് തന്നെ ദൈവസഭയ്ക്ക് ആവശ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് അത് പറയാതെ മാറുവാൻ ഞാൻ ആരുമല്ല എന്ന കാരണത്താൽ ഇതേ ആശയം ദൈവസഭയുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ എടുത്തു പറയുന്ന 2 വാക്യങ്ങളിൽ നിന്നും വായിച്ച 2 വാക്യങ്ങളിൽ നിന്നും 4-5 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ച് തുടങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1, ക്രിസ്തു എന്ന ഏക പുരുഷന്. 2, നിങ്ങളെ നിർമ്മല കന്യകയായി. 3, വിവാഹ നിശ്ചയം ചെയ്യുവാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഏൽപ്പിക്കേണ്ടതിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ 3-ാമത്തേതായി ഏൽപ്പിക്കുവാൻ എന്ന പദവും 4-ാമത്തേതായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന പദവും കൊണ്ടുവരട്ടെ. എന്നാൽ ഒരു ശത്രു നമുക്കുണ്ട്, ഒരു മറുവശം നമുക്കുണ്ട്. ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ശത്രു ആരെയെങ്കിലും ഉപായത്താൽ ചതിക്കുകയും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് 5, നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ഒരു പ്രഖ്യാപനം ദൈവസഭയോട് നടത്തുകയാണ്. 1, ക്രിസ്തു എന്ന ഏക പുരുഷന്.
2 നിങ്ങളെ നിർമ്മല കന്യകയായി, 3 ഏൽപ്പിക്കേണ്ടതിന്, 4 വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. മറുവശം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളിൽ ആരെയെങ്കിലും ചതിക്കുകയും നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, 2 ഘടകങ്ങളുണ്ട്, ഏകാഗ്രതയും 2 നിർമ്മലതയും വിട്ട് 5 വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. നിർമ്മല കന്യകയായി ചെയ്സ് വർജിൻ, നിർമ്മല കന്യകയായി ദൈവസന്നിധിയിൽ തുടരുന്നത് നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വിശുദ്ധ പൗലോസ് താല്പര്യപ്പെടുന്നു. സഭയുടെ താല്പര്യം, ദൈവത്തിൻ്റെ താല്പര്യം, പുത്രൻ്റെ താല്പര്യം, പരിശുദ്ധാത്മാവിൻ്റെ താല്പര്യം എല്ലാം നാം നിർമ്മല കന്യകയായി തുടരുക എന്നതാണ്. ഇവിടെ 2 കൊരിന്ത്യർ ലേഖനം എഴുതിയതിൻ്റെ സാഹചര്യം ഒരു പ്രാവശ്യം കൂടെ എടുക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തെക്കുറിച്ച് ഈ കൊറോണ സീസൺ ആരംഭിച്ച ശേഷമാണ് ഇന്നത്തെ ഗൗരവത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നത്. കൊരിന്ത് സഭയിലേക്ക് പോകുവാനും അവിടെ ഒരു സഭ സ്ഥാപിക്കുവാനും ദൈവം വിശുദ്ധ പൗലോസിനെ സഹായിച്ചു. ഏറിയ കഷ്ടതയും ബുദ്ധിമുട്ടും തൻ്റെ യാത്രയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും, തൻ്റെ സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് ഉപജീവനത്തിനുള്ള വക കണ്ടുപിടിക്കേണ്ടിയിരുന്നുവെങ്കിലും, പകൽ മുഴുവനും കൂടാരപ്പണിയിൽ അധ്വാനിക്കുകയും തുടർന്നുള്ള സമയങ്ങൾ മിച്ചം വരുന്ന സമയത്ത് മാത്രം സുവിശേഷ വേല ചെയ്യുകയും ചെയ്ത്, എന്തിന് ഫിലിപ്പ് സഭയിൽ നിന്ന് വന്നതായ അല്പസ്വല്പ ഭൗതിക സഹായങ്ങൾ വരെ അംഗീകരിച്ചുകൊണ്ട് താൻ കർത്താവിൻ്റെ വേല അതിഭാരത്തോടുകൂടെ നിവർത്തിക്കുകയും ചെയ്ത് സഭയെ സ്ഥാപിച്ച് കൊരിന്തിയിൽ നിന്ന് മാറി. വ്യാപാര പ്രാധാന്യമുള്ള നഗരം, വിദ്യാഭ്യാസ യോഗ്യതയുള്ള നഗരം എന്നിങ്ങനെയുള്ള അനവധി നന്മകൾ കൊരിന്തിനുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ആളുകൾ അത്ര നല്ല ജീവിത സ്വഭാവങ്ങൾ ഉള്ളവരായിരുന്നില്ല. അല്പസ്വല്പം വഷളായ മലിനമായ ഒരു ചിന്താഗതിയിൽ, ജീവിത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പോയ ശേഷം എതിരാളി അഥവാ ശത്രു ഒരു വിഭാഗം ആളുകളെ പൗലോസിന് വിരോധമായി എഴുന്നേൽപ്പിച്ച് കൊരിന്തിലേക്ക് അയച്ചു. ആ കൊരിന്ത് സഭയെ ഈ നിർമ്മലതയിൽ നിന്ന് അകറ്റേണ്ടതിനു വേണ്ടി, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് അകറ്റേണ്ടതിനു വേണ്ടി ഉപായങ്ങൾ പ്രയോഗിച്ചു. ആ ഉപായപ്രയോഗങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, നിങ്ങളുടെ ഇടയിൽ വന്ന് സുവിശേഷം പറഞ്ഞവനായ പൗലോസ് അങ്ങനെ അംഗീകരിക്കപ്പെട്ടവൻ ഒന്നുമല്ല. അവനിൽ അനേക പരാജയങ്ങളുണ്ട്, അനേക കുറവുകളുണ്ട്. ആ കുറവുകളും പരാജയങ്ങളും ഉള്ളവനായതുകൊണ്ട് അവൻ പറഞ്ഞ വാചകത്തിന് ആ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. ഈ നിർമ്മലതയിലും വിശുദ്ധിയിലും നിങ്ങൾ പോകേണ്ടതില്ല. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുള്ള തത്വം പോലെ, അങ്ങനെ ആ തത്വം പോലെ ഞാൻ അങ്ങനെ മാത്രം പറയട്ടെ, നാട്ടുകാർ ജീവിക്കുന്നത് പോലെ നിങ്ങളും ജീവിക്കണം എന്നിത്യാദിയുള്ള ആശയങ്ങൾ അവരോട് പറഞ്ഞു തുടങ്ങി. അല്പം മദ്യപിക്കുന്നതിൽ തെറ്റില്ല, അല്പസ്വല്പം ലൈംഗിക ജീവിതം സാധാരണക്കാരനെ പോലെ, പട്ടണത്തിലെ ശേഷം ജനത്തെ പോലെ ആയാൽ തെറ്റില്ല എന്നുള്ള ആശയങ്ങൾ പറഞ്ഞു തുടങ്ങി. ആ ആശയങ്ങളിലേക്ക് ജനത്തെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി പൗലോസിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പദങ്ങൾ തന്നിൽ നിന്ന് ഉയർന്നു, ജനത്തിൽ നിന്ന് ഉയർന്നു, അല്ലെങ്കിൽ ഈ വന്ന ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് ഉയർന്നു. ഇവരെ ചെറുത്ത് ഈ സഭയെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നിർത്തേണ്ടതിന് വേണ്ടി പൗലോസ് തീമോഥെയോസിനെ അവരുടെ ഇടയിലേക്ക് അയച്ചു. 2 പ്രാവശ്യം പൗലോസ് തന്നെ കൊരിന്തിൽ വീണ്ടും പോയിരുന്നു. ഔദ്യോഗികമായി അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സൂചനകൾ 2 കൊരിന്തിലുണ്ട്. 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ എന്നുള്ള പദപ്രയോഗത്തിൽ നിന്ന് 2 പ്രാവശ്യം താൻ ഇതിനിടെ പോയിരുന്നു എന്നത് വ്യക്തമായി അറിയുന്നു. ഇങ്ങനെ ആ സഭയിൽ തൻ്റെ അപ്പസ്തോലികത്വത്തിൻ്റെ ഉറപ്പ് പ്രഖ്യാപിച്ച ശേഷം ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട് നിങ്ങൾ മാറരുത് എന്ന് പറയേണ്ടതിന് അവരെ പ്രബോധിപ്പിച്ച് എഴുതുന്ന ആ ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. അതിൽ 10, 11, 12, 13 അധ്യായങ്ങൾ തൻ്റെ അപ്പസ്തോലികതയുടെ ഗൗരവത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിക്കുന്നതും സഭയ്ക്ക് ബോധ്യം വരുത്തുന്നതുമായ പ്രയോഗങ്ങളാണ് എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇത് ആവശ്യമായി വരുന്നത്? അതെ, ഈ ദിവസങ്ങളിൽ അത് ആവശ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് വീണ്ടും ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരട്ടെ. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒന്ന്, ക്രിസ്തു എന്ന ഏക പുരുഷന്.
ക്രിസ്തു എന്ന ഏകപുരുഷന് വേണ്ടിയാണെങ്കിൽ ക്രിസ്തുവിന് അനുരൂപയായ ഒരു സഭയാണ് ദൈവത്തിന് വേണ്ടത്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാതെ ക്രിസ്തുവിന് അനുയോജ്യമായ ഒരു സഭയാണ് ദൈവത്തിന് ആവശ്യം. സാധാരണ കാര്യം ദിവസങ്ങളിൽ ഞാൻ ഉപയോഗിച്ചു വരുന്നത് പോലെ വീണ്ടും പറയട്ടെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് ദൈവസഭയുടെ ജനനം കാൽവറിയിൽ തന്നെ നടന്നു. ക്രിസ്തുവിൻ്റെ മാർവിൽ കുത്തേറ്റതോടുകൂടെ തിരുഹൃദയത്തിൽ മറഞ്ഞുകിടന്നതായ ദൈവിക മർമ്മമാകുന്ന സഭയെ ഒരളവിൽ പുറത്തെടുക്കുകയായിരുന്നെന്നും അത് യേശുക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയോടുകൂടെ വന്നതാണെന്നും അവിടെയാണ് നിവൃത്തിയായി എന്ന് യേശു വിളിച്ചു പറഞ്ഞത് എന്നും ഒക്കെയുള്ള പദങ്ങൾ നമ്മൾ സാധാരണ ആവർത്തിക്കാറുണ്ട്. ഞാൻ അതിൻ്റെ അല്പസ്വല്പ വിശദീകരണത്തിലേക്ക് പോകും. ആ ക്രിസ്തുവിന് അനുരൂപമായൊരു സഭ ഉണ്ടാക്കേണ്ടതിന്, ക്രിസ്തുവിന് അനുയോജ്യമായൊരു മണവാട്ടിയെ ഒരുക്കിയെടുക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കേണ്ടതിന് ക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കരയേറിപ്പോയി ഇരുന്ന് ആത്മാവിന് വേണ്ടി യാചിക്കുകയും ആ ആത്മാവെന്ന ദാനം പിതാവിനോട് വാങ്ങി സഭയുടെ മേൽ അയക്കുകയും ആത്മാവ് ആരംഭമായി 5 വിധ ശുശ്രൂഷകന്മാരെ ഈ ഉദ്ദേശത്തിനു വേണ്ടി സഭയിൽ ഉളവാക്കുകയും അവർ ചേർന്ന് സഭയെ ദൈവിക പൂർണ്ണതയിൽ വളർത്തുവാൻ ശ്രമിക്കുകയും ദൈവവചനത്തിൻ്റെ മാന്യതയിലും വരിതിയിലും അവരെ നിർത്തുകയും ചെയ്തു വരുന്നു എന്ന യാഥാർത്ഥ്യം അനേക പ്രാവശ്യങ്ങളിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ക്രിസ്തു എന്ന ഏക പുരുഷന്, ആ ക്രിസ്തുവിൻ്റെ പ്രത്യേകതയെ ഒന്നുകൂടെ ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, നമുക്ക് ആ വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. യേശു ക്രിസ്തുവിന് അനുരൂപരായ മണവാട്ടി എന്ന് പറയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ താൻ എങ്ങനെ ഇരിക്കുമെന്നതിൻ്റെ ഒരു സാദൃശ്യ രൂപം, മറുരൂപം മലയിൽ വെച്ച് കർത്താവ് തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തിയത്, തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത് നമുക്ക് അവിടെ കാണാം. മത്തായിയുടെ സുവിശേഷം 17:2. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഒന്ന്, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. പിന്നെ അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഞാൻ എല്ലാ വേദഭാഗങ്ങളും എടുക്കുന്നില്ല, വേഗത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട്. ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെ അവൻ്റെ വസ്ത്രം അതിവെണ്മയുള്ളതായിരുന്നുവെന്ന് വേറൊരു സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ വെണ്മയായി തീർന്നുവെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്നാൽ വേറൊരു സുവിശേഷകൻ പറയുന്നത് ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെ. നാം ക്രിസ്തുവിൻ്റെ വെണ്മയെ താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിലെ അലക്കുകാരുമായി താരതമ്യം ചെയ്യരുതേ. സ്വർഗത്തിൻ്റെ സ്റ്റാൻഡേർഡ് വേറെയാണ്, ഭൗതികമായ സ്റ്റാൻഡേർഡുകൾ വേറെയാണ്. ഇവിടെ അലക്കിയവരുണ്ട്, വെളുപ്പിച്ചവരുണ്ട്, വെള്ളവസ്ത്രം ധരിക്കുന്നവരുണ്ട്, ഭൂമിയിലെ അലക്കുകാരനെ കൊണ്ട് തൃപ്തിപ്പെടുന്നവരുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകത ഭൂമിയിലെ ഒരലക്കുകാരൻ്റെയും സ്റ്റാൻഡേർഡുമായിട്ടല്ല തൻ്റെ പുത്രൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മയെ തുലനം ചെയ്യുന്നത്. ഒന്ന്, അത് പ്രകാശം പോലെയായിരുന്നു. 2, ഭൂമിയിലെ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെ വെണ്മയുള്ള വസ്ത്രമായിരുന്നു. അവൻ്റെ മുഖം തേജസ്സുള്ള മുഖമായിരുന്നു. ഒന്നുകൂടെ വായിച്ചാട്ട് 2-ാമത്തെ വാക്യം. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. സൂര്യനെ പോലെ ശോഭയുള്ളതാണ് യേശുവിൻ്റെ മുഖം. പിന്നെ അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. വെളിച്ചം പോലെ വെള്ളയുമാണ് അവൻ്റെ വസ്ത്രം. എല്ലാ നിറങ്ങളും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് വെളിച്ചത്തിൻ്റെ വെണ്മ എന്ന് മറക്കരുത്. 7 നിറങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് വെളിച്ചത്തിൻ്റെ വെണ്മ എന്ന് മറക്കരുത്. ആ 7 നിറങ്ങളും ഒരുമിച്ച് ചേർന്ന സപ്തവർണ്ണശാലി എന്നൊക്കെ പറയുവാൻ കഴിയും. ഭൂമിയിൽ ഒരലക്കുകാരനും ചിന്തിക്കാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറത്ത് വെണ്മയേറിയ വസ്ത്രവും ധരിച്ചതുകൊണ്ടാണ് വന്നത്. മുഖം സൂര്യനെ പോലെയായിരുന്നു. നമുക്ക് യേശുവിൻ്റെ വിശദീകരണത്തിൻ്റെ വേറൊരു ഭാഗം കാണേണ്ടതിന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ തൻ്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചവനും തൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ, ദൈവവചനം എന്ന വാൾ വന്നുകൊണ്ടിരിക്കുന്നവനുമായ ഒരു വ്യക്തിത്വത്തെ കാണാം. വായിച്ചാട്ടെ വെളിപ്പാട് 1:16. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. നമ്മൾ വായിച്ചതായ 3 വാക്യങ്ങളിൽ നിന്ന്, മത്തായിയുടെ സുവിശേഷം 17-ന്റെ 2-3 വാക്യങ്ങളിൽ 2-ാമത്തെ വാക്യത്തിൽ നിന്നും
വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്നും ആ 2 വാക്യങ്ങളിൽ നിന്ന് 2-3 പ്രത്യേകതകൾ കണ്ടത് എടുത്തു കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. 1, അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. 2, അവൻ്റെ വസ്ത്രം ഏറ്റവും വെണ്മയുള്ളതായി മാറുന്നു. 3, അവൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, അത് ദൈവത്തിൻ്റെ വചനമാണ്. 4, അവൻ്റെ കയ്യിൽ 7 നക്ഷത്രങ്ങളെ താൻ വഹിക്കുന്നവനാണ്. ഏതാണ്ട് 4 പ്രത്യേകതകൾ ഇവിടെ കണ്ടു. അവന് അനുരൂപയായ ഒരു സഭ. ആ 4 ലക്ഷണങ്ങൾ തൊടുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അവന് അനുരൂപയായ സഭ. 1, തൻ്റെ വസ്ത്രത്തെക്കുറിച്ച് മിന്നുന്ന വെള്ള എന്ന് നമ്മൾ കണ്ടല്ലോ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് പറയുന്നത് അവൾ നിർമ്മല കന്യകയായി മാറണം എന്നുള്ളതത്രേ. അവൾ നിർമ്മല കന്യകയായി മാറണം എന്നുള്ളതാണ്. ഉപദേശത്തിലും ജീവിത വിശുദ്ധിയിലും അവൾ നിർമ്മലയായി മാറണം. 1, ഉപദേശത്തിൽ. 2, ജീവിതത്തിൽ നിർമ്മലയായി മാറണം. നമുക്ക് നോക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? നാം ഓരോന്ന് ചിന്തിച്ചു പോകുകയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിന് അനുരൂപയായി ഒരു മണവാട്ടിയായി ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കേണ്ടതിന് തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ യേശുവിൻ്റെ വസ്ത്രം ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കുവാൻ കഴിയാതെ വണ്ണം വെണ്മയായിരുന്നതുപോലെ ഇവളുടെ വസ്ത്രവും വെണ്മയായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവ ഒന്നുമില്ലാത്ത വസ്ത്രവും മുഖവും ഒരുപോലെ ചിത്രീകരിക്കുന്നു. കറ, വാട്ടം, മാലിന്യം എന്നിവ ഒന്നുമില്ലാത്ത ഒരു ശുദ്ധയായ നിഷ്കളങ്കയായ മണവാട്ടിയായി തനിക്ക് വേണ്ടി മുൻനിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ 45-ാമത്തെ സങ്കീർത്തനം എഴുതി വരുമ്പോൾ തേണ്ട കന്യകയായ മണവാട്ടി നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. അവൾ ഓഫീർ തങ്കം അണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവളെ ചിത്ര തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇവിടെ കാണുന്ന പഴയ നിയമ ഉപമകൾ മുഴുവനും പുതിയ നിയമത്തിൻ്റെ നിഴലും പുതിയ നിയമത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി ദൈവസഭയുടെ മഹത്വത്തെയും ഭംഗിയെയും വെടിപ്പിനെയും കാണിക്കുന്നതാണ്. 1, അവൾ കൃപാവരങ്ങൾ അണിഞ്ഞവളായിരിക്കണമെന്നൊരർത്ഥമുണ്ട്. അതാണ് പഴയ നിയമത്തിലെ കസവ് വസ്ത്രവും ആഭരണങ്ങളും മറ്റും പുതിയ നിയമത്തിലെ കൃപാവരങ്ങൾക്ക് തുല്യമാണ്. സഭയെ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങൾ അണിഞ്ഞവളായി ദൈവകൃപയിൽ മുതിർന്നവളായി നിർത്തുവാനായി താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചങ്ങ് സ്വർഗത്തിലെത്തണമെന്നുള്ള ചിന്തയൊന്ന് വിട്ട ശേഷം ക്രിസ്തുവിന് അനുരൂപയായി ഒരു മണവാട്ടിയായി മാറേണ്ടതിന് കറ, ചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാത്തവളും അതേസമയം തന്നെ ഓഫീർ തങ്കം കണ്ടുള്ള അങ്കി അണിഞ്ഞവളായി തൻ്റെ കസവുള്ള നിർമ്മല കന്യകയായി കസവുള്ള വസ്ത്രം ധരിച്ചവളായി വരങ്ങളാലും ആഭരണങ്ങളാലും തന്നെത്താൻ ദൈവത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയവളായി മാറണമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. ഒരു നിർമ്മല കന്യകയായി. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ നമുക്കിതോട് ചേർന്ന് ചിന്തിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു. എനിക്ക് അനുരൂപരാകണമെങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഞാൻ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, തൊട്ടു പോകുമെങ്കിലും വിശദീകരിക്കുന്നില്ല. നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞു വരുമ്പോൾ യാതൊന്നിനാലും നിങ്ങൾ നിങ്ങളെ തന്നെ മലിനമാക്കരുത്. നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഡു നോട്ട് ഈവൻ ഗെറ്റ് ഡിഫൈൽഡ്. നിന്നെ തന്നെ അശുദ്ധമാക്കരുത്. ഒരു മണവാട്ടി ഒരിക്കലും വിവാഹത്തിന് വേണ്ടി വരുന്ന സമയം സാധാരണ വസ്തുക്കളിൽ തൊട്ട് തൻ്റെ കയ്യെ അശുദ്ധമാക്കുവാൻ ഒരിക്കലും അവളെ തന്നെ വിട്ടുകൊടുക്കുകയില്ല. സാധാരണക്കാരുടെ ഇടയിൽ ഞെക്കി തിക്കി തിരക്കി അവളുടെ വസ്ത്രത്തിൻ്റെ പകിട്ട് കളയുവാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. വിവാഹവേദിയിലേക്ക് ആനയിക്കപ്പെടുന്ന മണവാട്ടികളെ ക്രിസ്തുവിൻ്റെ സഭയാകുന്ന മണവാട്ടിയുടെ നിഴലായി നിർത്തേണ്ടതിന് സഭ മാന്യതയോടെ കൊണ്ടുവരുന്നതും സാധാരണക്കാരവളുടെ വസ്ത്രത്തിൽ പ്രസ് ചെയ്ത് അവളുടെ വസ്ത്രം ഒടിവും ചുളുക്കവുമുള്ളതായി മാറാതെ അവളെ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുവരുന്നതും തോഴിമാരോടുകൂടെ വരുന്നതുമായ രംഗങ്ങൾ കണ്ടിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് ഒരു കാര്യം പറയട്ടെ. സാധാരണ വിവാഹവേദികളിൽ മാത്രം പറയാറുള്ള ഒരു കാര്യമാണ്.
ഒരു മണവാട്ടി സ്വയമായി ഒരിക്കലും ഒരുങ്ങി വരാറില്ല. ഒരുങ്ങുവാനുള്ള പ്രായമാകാഞ്ഞതുകൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല. അവളെ ഒരുക്കി കൊണ്ടുവരിക എന്നതിന് വേണ്ടി ചിലരെല്ലാം അന്ന് നിയുക്തരാണ്. ചില ആളുകൾ ചേർന്ന് അവളെ ഒരുക്കി കൊണ്ടുവരികയാണ്. എന്തേ അങ്ങനെ കൊണ്ടുവരുവാൻ കാര്യം? സഭയാകുന്ന മണവാട്ടിയെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നവനായി ഉണ്ട്. അണിയിക്കേണ്ടത് അണിയിക്കും, കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാതെ. അതേസമയത്ത് അവരവർ സൂക്ഷിക്കേണ്ടത് അവരവർ സൂക്ഷിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിവാഹവേദികളിൽ സാധാരണ ഞാൻ പറയാറുണ്ട്, ഏത് ജാതിയിൽ പോലും, മതത്തിൽ പോലും, വംശത്തിൽ പോലും, വർഗത്തിൽ പോലും, ഭാഷയിൽ പോലും, ഏത് രാജ്യത്ത് പോലും മാന്യമായി നടക്കുന്ന ഓരോ വിവാഹവും ഒരു പൊതുസ്ഥലത്തായിരിക്കും, പൊതുവിൻ്റെ മുൻപിൽ വെച്ചായിരിക്കും നടക്കുന്നത്. ഈ കൊറോണ കാലത്ത് പോലും ഭാരതീയ സംസ്കാരത്തിൽ ബാംഗ്ലൂരിൻ്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഒരു 10 പേരെയെങ്കിലും ഒരുമിച്ച് ചേർത്ത് പരസ്യമായി അനൗൺസ് ചെയ്ത വിവാഹം നടത്തുന്നതിൽ ഗവൺമെൻറ് താല്പര്യപ്പെടുന്നു എന്ന് ഞാൻ പറയട്ടെ. എന്തിനാണിത്? വരുവാനുള്ള വലിയ വിവാഹത്തിൽ എത്തിച്ചേരുന്ന സമയം ഞാനിത് കണ്ടിരുന്നില്ല, കേട്ടിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല എന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പറയാതെ ഇരിക്കേണ്ടതിന് മണവാട്ടി ഒരുങ്ങുന്നത് എങ്ങനെയെന്നും ഒരുക്കുന്നത് എങ്ങനെയെന്നും നയിക്കപ്പെടുന്നത് എങ്ങനെയെന്നും ജനം കാണേണ്ടതിന് വേണ്ടി ചില ക്രിസ്തീയ മാനദണ്ഡങ്ങളുണ്ട്. അവയിൽ നിന്നുകൊണ്ട് നാം വീണ്ടും ചിന്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവളെ വരങ്ങളും ആഭരണങ്ങളും അണിയിച്ച് ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? മണവാളനാകുന്ന ക്രിസ്തുവിന് അനുരൂപയായി തൻ്റെ മുമ്പിൽ നിർത്തേണ്ടതിന് വേണ്ടി. തനിക്ക് വേണ്ടി അവളെ കർത്താവ് വേർതിരിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് വന്നോളാം. തുടർന്ന് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. ദൈവരാജ്യത്തിലെ പ്രവേശനത്തെ കുറിച്ച് ഞാൻ ഈ ഭാഗം എടുത്ത് കാണിക്കട്ടെ. അവിടെ ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടി ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. പിന്നെ അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ആ വഴിക്ക് ഒറ്റ പേരേ ഉള്ളൂ, വിശുദ്ധ വഴി. എല്ലാ വഴിയും റോമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാ വഴിയും റോമിൽ പൊക്കോട്ടപ്പ, വിരോധമില്ല. പക്ഷേ ഞാൻ പറയുന്ന നിത്യതയിലേക്കുള്ള വഴിയെ വിശുദ്ധ വഴി എന്നാണ് വിളിക്കുന്നത്. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. പിന്നെ ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. ആ വഴിയുടെ വലിയ പ്രത്യേകത, ഒരൊറ്റ അശുദ്ധൻ അതുവഴി പോകയില്ല. ഇന്ന് പകൽക്കാലം അശുദ്ധന്മാർ കയറാത്ത ഒരു വിശുദ്ധ വഴിയിലേക്ക് മണവാട്ടി സഭയെ കയറ്റി നിർത്തിയ, ദ ചേസ് വെർജിൻ കയറ്റി നിർത്തിയ ദൈവകൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. വായിച്ച് കംപ്ലീറ്റ് ചെയ്തട്ടെ. അവൻ അവരോടുകൂടെ ഇരിക്കും, വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റി പോകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. വിശദീകരണങ്ങളിലേക്ക് മുഴുവനും ഇറങ്ങുവാൻ സാധ്യമല്ല. വളരെ ലളിതമായ കാര്യങ്ങളാണത്, എല്ലാവർക്കും അറിയാം. ഒടുവിലത്തെ വാക്യം, ആ ഒടുവിലത്തെ വാചകം ഇങ്ങനെ പറഞ്ഞു, ഒരശുദ്ധനും അതുവഴി കടക്കുകയില്ല. കാരണം വീണ്ടെടുക്കപ്പെട്ടവരാണ് അതുവഴി പോകുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. വീണ്ടും ഞാൻ അവിടെ തൊട്ടെന്ന് വരാം. ഞാൻ ഇന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ താൽക്കാലികമായ പല വീണ്ടെടുപ്പുകളുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്രയേലിൽ ജനിച്ചവനാണെങ്കിൽ അവൻ ഒരു പ്രാവശ്യം അരശേക്കൽ വെള്ളി അവൻ്റെ വീണ്ടെടുപ്പ് വിലയായി കൊടുത്തേ പറ്റുകയുള്ളൂ. വെള്ളി കൊടുത്ത ഒരു വീണ്ടെടുപ്പുണ്ട്, നിർബന്ധം. എല്ലാ മനുഷ്യനും വെള്ളി മുടക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. അരശേക്കൽ വെള്ളി മുടക്കി ഒരു വീണ്ടെടുപ്പുണ്ട്. ഇനിയും ആരെങ്കിലും ഒരുവൻ വലിയ കടഭാരത്തിലായിപ്പോയാൽ, ലേവ്യ പുസ്തകത്തിൽ വരുമ്പോൾ ആരെങ്കിലും ഒരുവൻ വല്ലാത്ത കടഭാരത്തിലായിപ്പോയാൽ, വല്ലാത്ത സ്ഥിതിവിശേഷത്തിലായിപ്പോയാൽ അവൻ തന്നെത്താൻ വേറൊരുത്തിന് വിറ്റുകളയും. ഞാൻ എന്നെ തന്നെ വേറൊരുത്തിന് വിറ്റുകളയുന്ന ഒരു സമ്പ്രദായം അന്നുണ്ട്. അങ്ങനെ വിറ്റുകളഞ്ഞെങ്കിൽ അവനെ വീണ്ടെടുക്കേണ്ടതിന് അരശേക്കലോ 2 ശേക്കലോ 10 ശേക്കലോ വെള്ളി കൊണ്ടാകത്തില്ല. അവനെ വീണ്ടെടുക്കേണ്ടതിന് വലിയ ധനം മുടക്കിയേ മതിയാകൂ. അതിനെ പൊന്നുകൊണ്ടുള്ള വീണ്ടെടുപ്പെന്ന് വിളിക്കും. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് താൽക്കാലികമായി സാമാന്യമായി ഒരു വീണ്ടെടുപ്പിൻ്റെ അരശേക്കൽ വെള്ളി കൊണ്ടല്ല. പിന്നെ നിങ്ങളെ തന്നെ എഴുതി മദ്യപാനത്തിനും മയക്കുമരുന്നിനും ദുശീലത്തിനും ദുരുപദേശത്തിനുമായി സ്വയം വിറ്റുകളഞ്ഞ മറ്റൊരുത്തന് വിറ്റുകളഞ്ഞവനെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏറ്റവും അടുത്ത സ്വന്തക്കാരനായ ഒരാൾ വന്ന് വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുന്നത് പോലെ പൊന്നുകൊടുത്തല്ല എന്നെ വീണ്ടെടുത്തത്. നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളി കൊണ്ടല്ല, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നുകൊണ്ടല്ല. പകരം കർത്താവായ
കർത്താവായി യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കവും നിർദോഷവുമായ രക്തം കൊണ്ടാകയാൽ ആ വീണ്ടെടുപ്പിനായി സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടവർ നടന്നു പോകുന്ന ഒരു വഴിയുണ്ട്, അതിനെ വിശുദ്ധ വഴി എന്ന് വിളിക്കും. അവിടെ ഒരു സിംഹവും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, സിംഹം വരികയില്ലെന്നല്ല. പക്ഷേ കർത്താവായി യേശുവിൻ്റെ തേജസ്സോടുകൂടെ താൻ എഴുന്നേറ്റ് വരുമ്പോൾ, തൻ്റെ വായിൽ നിന്നും ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുമ്പോൾ, ചിന്തിച്ചു വരുമ്പോൾ പിന്നത്തേതിൽ നമ്മൾ ചിന്തിക്കും, നിങ്ങളുടെ കയ്യിലും ദൈവം ഒരു കാഹളമേൽപ്പിച്ചിരിക്കയാൽ ഒരു ശത്രു നിങ്ങളെ തൊടുകയില്ല. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവപൈതലേ, നിർമ്മല കന്യകയെ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ഒരു ശത്രുവിൻ്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കുകയില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നടന്നു പോകേണ്ടതിന് ഒരു വിശുദ്ധ വഴി വെച്ചിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവരാണ് ആ വിശുദ്ധ വഴിയിലൂടെ നടന്നു പോകുന്നത്. ഒന്ന്, അവൻ്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായെങ്കിൽ ഇന്ന് തന്നെ അനുഗമിക്കുന്ന ദൈവപൈതലുണ്ടല്ലോ, വിശുദ്ധ വസ്ത്രം ധരിച്ചവരായി, നിർമ്മല വസ്ത്രം ധരിച്ചവരായി ദൈവമുമ്പിൽ നിന്നേ മതിയാകെയുള്ളൂ. അത് ഉപദേശത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വിശുദ്ധി അവർ പാലിച്ചേ മതിയാകെയുള്ളൂ. തുടർന്ന് ഇതിനെ ഒന്ന് വിശദീകരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഉത്തമഗീതത്തിലേക്ക് പോകാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ദയവായി നമുക്കൊന്ന് നോക്കാം. ഉത്തമഗീതം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ നിഴലായി പഴയ നിയമത്തിൽ നിന്ന് എടുത്തു കാണിക്കുന്ന ഒരു സംഗീത ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. തൻ്റെ സോങ് ഓഫ് സോളമൻ, അത് ഉത്തമഗീതം മുഴുവനും സംഗീതമാണ്. ആ സംഗീതത്തിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. ആ ഭാഗം ഒന്ന് പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതിന് ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഒന്ന്, അരുണോദയം പോലെ ശോഭയുണ്ട്. 2, ചന്ദ്രനെ പോലെ സൗന്ദര്യമുണ്ട്. 3, സൂര്യനെ പോലെ നിർമ്മലതയുണ്ട്. 4, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുണ്ട്. തീർന്നില്ല. ഉത്തമഗീതങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം കൂടെ നമുക്കിവിടെ നോക്കാം. അവളുടെ ആശ്രയബോധം കാണാം. മരുഭൂമിയിൽ നിന്ന് എൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് ആശ്രയബോധത്തോടുകൂടെ പ്രിയൻ പോകുന്ന വഴിയെ പോകുവാൻ, പ്രിയൻ നടത്തുന്ന മാർഗത്തിലൂടെ പോകുവാൻ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു ഇവളാൾ. എൻ്റെ സ്വന്തം വഴിയിലല്ല ഞാൻ പോകുന്നത്, എന്നെ കർത്താവ് നടത്തുന്ന മാർഗത്തിലാണ്, പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന മാർഗത്തിലാണെന്ന് പറയുന്നവർക്കായി സ്തോത്രം. ദയവായി വായിക്കാം ഉത്തമഗീതം 8-5. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്, അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. അവളുടെ ശോഭയും ഭംഗിയും അവളുടെ സ്വഭാവ രീതിയും അവളുടെ ആരംഭവും വരെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ആ വാക്യങ്ങൾ ചിന്തിക്കും. കർത്താവായ യേശുവിനെ കുറിച്ച് കാണുമ്പോൾ സൂര്യനെ പോലെ തൻ്റെ മുഖം ശോഭിച്ചുവെന്ന് കാണാം. തൻ്റെ മണവാട്ടിയുടെ പ്രത്യേകത, സൂര്യനെ പോലൊരു നിർമ്മലത അവളുടെ ജീവിതത്തിലുണ്ട്. സൂര്യൻ്റെ നിർമ്മലത ശോഭ മാത്രമല്ല, പ്രകാശം മാത്രമല്ല, പകരം ചൂട് മാത്രമല്ല, അതിൻ്റെ നിർമ്മലതയും കൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. തൻ്റെ സൗന്ദര്യമേറിയ, അതേസമയം ശോഭയേറിയ, പ്രകാശമേറിയ, തീഷ്ണതയേറിയ ഒരു മുഖം എൻ്റെ കർത്താവിനുണ്ട്. തൻ്റെ മണവാട്ടിക്കും അതുതന്നെ ഉണ്ട്. സൂര്യനെ പോലെ ഒരു നിർമ്മലത, അരുണോദയം പോലെ ശോഭ. അവളുടെ ശോഭയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ശോഭയേറിയിരുന്നവനായ ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദൈവമുമ്പിൽ ഉല്ലസിച്ച് പരിലാളിക്കപ്പെട്ടുകൊണ്ടിരുന്ന കർത്താവായ യേശു തൻ്റെ മഹത്വം മുഴുവനും സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ച ശേഷം മാനുഷിക വേഷം എടുത്ത് ഇവിടെ ഇറങ്ങി വന്നത് തനിക്ക് അനുരൂപയായ ഒരു മണവാട്ടിയെ ഉണ്ടാക്കേണ്ടതിന് വേണ്ടി, അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് അവളെ ഈ മണ്ണിൽ നിന്ന് ഉദ്ധരിച്ച് വിൺമയാക്കി മാറ്റേണ്ടതിനായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ പ്രയോജനം കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. അവൾക്ക് ശോഭയുണ്ട്, ചന്ദ്രനെ പോലെ ശോഭ, ചന്ദ്രനെ പോലെ ശോഭ, ചന്ദ്രനെ പോലെ സൗന്ദര്യം. അവൾക്ക് അരുണോദയം പോലെ ശോഭയുണ്ട്. അരുണോദയത്തിൻ്റെ ശോഭ, ഞാൻ സൂര്യൻ്റെ ഉദയം സമുദ്രതീരത്ത് നിന്ന് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. അതെനിക്ക് മറക്കാൻ ഒക്കത്തില്ല, അടുത്ത കാലത്ത് മറക്കത്തില്ല. ഒത്തിരി പ്രാവശ്യം ഞാനിത് പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അതൊന്ന് കാണണമെന്ന് കണ്ട് 2-3 പ്രാവശ്യം അതേ സമയത്ത് അതേ സമുദ്രതീരത്ത് പോയെങ്കിലും, അല്ലെങ്കിൽ പലയിടത്തും പോയെങ്കിലും ചെല്ലുമ്പോഴൊക്കെ അല്പസ്വല്പം കാർമേഘമോ എന്തെങ്കിലും ഒന്നും ഉള്ളതുകൊണ്ട് ആ ഫ്യൂ സെക്കൻഡ്സ്, ആ ഉദിച്ചു വരുന്ന ആ സെക്കൻഡുകൾ പിന്നെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഒരിക്കൽ കണ്ടതിൻ്റെ ചരിത്രത്തിൽ മറക്കാൻ ഒക്കത്തില്ല. കാരണം അരുണോദയം പോലെ ശോഭ, സൂര്യ ഉദയത്തിൻ്റെ ഭംഗി. സൂര്യ ഉദയത്തിൽ
സൗന്ദര്യത്തിൻ്റെ വേറൊരു പ്രത്യേകത, അത് വർദ്ധിച്ചു വരുന്നതാ കേട്ടോ. ചില കുഞ്ഞുങ്ങളുടെ മാനസാന്തരം ചെറിയ പ്രായത്തിലായിരിക്കും. ചില പ്രായമുള്ളവരുടെ മാനസാന്തരവും നടന്നു കഴിഞ്ഞാൽ കാലത്തിൻ്റെ പോക്കിൽ അവർ ഡിമ്മായി മാറുന്നത് കാണാം. ഇന്ന് പകൽക്കാലം ദൈവസഭ പുറകോട്ടിരുന്നൊന്ന് ആലോചിക്കുമോ? എൻ്റെ ആരംഭത്തേക്കാൾ ഞാൻ ശോഭയിൽ വളർന്നിട്ടുണ്ടോ? അതോ എൻ്റെ ആരംഭത്തേക്കാൾ എൻ്റെ ആത്മീയത നഷ്ടപ്പെട്ട് ഞാൻ തളർന്നു പോകുകയാണോ ചെയ്തത്? ഇന്ന് പകൽക്കാലം അരുണോദയം പോലെ ശോഭയുള്ള ഒരു മണവാട്ടി സഭയെ എൻ്റെ കർത്താവ് നോക്കുകയാണ്. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യം. ഞാനത് വിശദീകരിക്കുന്നില്ല, കാര്യം ചന്ദ്രൻ ആ സൗന്ദര്യമുള്ളതെന്ന് എല്ലാവരും പറയുന്നു. ചന്ദ്രൻ്റെ ഒരു മറുഭാഗം കൂടെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ പ്രായത്തിൽ എവിടെയോ ആരോ പറഞ്ഞു കേട്ടതാ. ഈ ഇരുട്ടിനെക്കുറിച്ച് പറയുന്നത്, പ്രഭാവവാനായ സൂര്യൻ്റെ വാഴ്ചയെങ്കിൽ ഇരുൾ ഓടിയാകലും. ചെറിയ രോഗവും അങ്ങനെയൊക്കെയാ, ചെറിയ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയാ. പ്രഭാവവാനായ സൂര്യൻ്റെ വാഴ്ചയിൽ ഇരുൾ ഓടിയാകലും. പക്ഷേ എൻ്റെ സൗന്ദര്യപൂർണനായ ചന്ദ്രൻ്റെ വാഴ്ചയിൽ ഇരുൾ മരത്തണൽ തേടി അടുത്തടുത്ത് വരും. ദൈവത്തിൻ്റെ ഭരണം നമ്മിൽ നടക്കുന്നിടത്തോളം ദുഷ്കർമ്മങ്ങളും ദുഷ്ക്രിയകളും ദുരുപദേശങ്ങളും നമ്മെ വിട്ട് ഓടി ഒളിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രഭാവത്തിന് അപ്പുറത്ത് സഭ മാത്രമായിരിക്കുമ്പോൾ, ഞാൻ മാത്രമായിരിക്കുമ്പോൾ മരത്തണൽ തേടി ഇതേ ദോഷങ്ങൾ അടുത്തടുത്ത് വരുന്ന ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അത് എന്നോട് അടുക്കാതിരിക്കേണ്ടതിന് എനിക്ക് ചന്ദ്രൻ്റെ ഭംഗി മാത്രമല്ല, ചന്ദ്രൻ്റെ വാഴ്ചയിലാണ് ഈ പ്രശ്നമുള്ളതെന്നാണ് ആ പഴയ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ചന്ദ്രൻ്റെ വാഴ്ചയിൽ ഇരുൾ മരത്തണൽ നോക്കി അടുത്തടുത്ത് വരും. അയ്യോ, അങ്ങനെയല്ല. ഞാൻ കേവലം ചന്ദ്രൻ്റെ ഭംഗിയിൽ മാത്രം നിൽക്കുകയല്ല, സൂര്യൻ്റെ പ്രഭയും കൂടെ എനിക്കുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നവളാണ്. രണ്ട് മാത്രമല്ല, നമ്മൾ താവോട്ട് വരാൻ പോകുകയാണ്. സൂര്യൻ്റെ നിർമ്മലതയും അരുണോദയം പോലെ ശോഭയും സൂര്യനെ പോലെ നിർമ്മലതയും തൻ്റെ ചന്ദ്രനെ പോലെ സൗന്ദര്യവും ഉള്ള ഇവൾ ആരാണ്? അടുത്തത്, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവൾ ആരാണ്? കൊടികളോടുകൂടിയ സൈന്യം ഭയങ്കരമാണെന്ന് മറക്കരുത്. യുദ്ധത്തിൽ ശത്രുവിനെ ജയിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശത്രുവിൻ്റെ മേൽ ജയഭേരി മുഴക്കിക്കൊണ്ട് നടന്ന് തൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരുന്ന, അല്ലെങ്കിൽ തൻ്റെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് വരുന്ന സൈന്യത്തെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. കൊടികളോടുകൂടിയ സൈന്യങ്ങൾ മാർച്ച് ചെയ്യുന്നത്. ഭാരതീയനായ ഒരുവന് ജനുവരി മാസം 26-ാം തീയതി നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ ഡൽഹിയിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ കൊടികളോടുകൂടിയ സൈന്യം കടന്നു വരുന്ന വരവ് കാണാം ഇന്ത്യ ഗേറ്റിൻ്റെ മുൻപിലേക്ക്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, എൻ്റെ വിശുദ്ധന്മാരെ മടങ്ങി വരുവീൻ എന്ന് പറഞ്ഞ് എന്നെയും നിങ്ങളെയും തിരികെ വിളിക്കുമ്പോൾ നാം നിത്യതയിൽ ഒരുമിച്ച് ചേരേണ്ടവരാണെങ്കിൽ മറക്കരുത്, ഇന്ന് കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അടുത്തൊരു ശത്രു വരാതെ അതിനെ ശാസിച്ച് അകറ്റുന്ന ഒരു പ്രത്യേകത നമുക്കുണ്ടായിരിക്കണം. ഇതൊന്ന് മനസ്സിലാക്കുവാനായി സംഖ്യാപുസ്തകം 10:9 ദയവായി വായിക്കാമോ? സംഖ്യാപുസ്തകം 10:9. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. ഇന്നേക്ക് ഏതാണ്ട് 50-ലധികം വർഷങ്ങൾക്ക് പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു തുടങ്ങിയതും 50 വർഷമായെങ്കിൽ മേ ബി 500 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുമായ, മേ ബി 500 എണ്ണി പറയല്ല, മേ ബി 500 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുമായ ഒരു പഴയ പ്രസ്താവനയാണ്. പഴയ നിയമത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ, അടിപ്പ് പണിയായി നീ 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. രണ്ടും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കാഹളങ്ങളാകണം. ഒന്നാമത്തെ കാഹളം മൃദുലധ്വനിയായി ഊതേണം, രണ്ടാമത്തെ കാഹളം ഗംഭീരധ്വനിയായി ഊതേണം. പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അതുണ്ട്. സഭയെ വിളിച്ചുകൂട്ടേണ്ടതിന്, സഭയെ യാത്രയയക്കേണ്ടതിന് ഒക്കെ ഇതുണ്ട്. എന്നാൽ നിന്റെ ശത്രുവിൻ്റെ നേരെ യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ മൃദുലധ്വനി ഊതിക്കൊണ്ടല്ല വരേണ്ടത്, ഗംഭീരധ്വനി ഊതിക്കൊണ്ട് ശത്രുവിന് എതിരെ വരുവാൻ. എങ്കിൽ ശത്രു തോൽക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ വഴിയിൽ ശത്രു വരാത്തത്, സിംഹം ഭയപ്പെടുത്താത്തത്? എൻ്റെ കർത്താവിൻ്റെ വായിൽ ഇരുവായ്ത്തലയുള്ള വാളുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കാഹളമുണ്ട്. ഊതുവാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ചുണ്ടുണ്ട്, നാവുണ്ട്. അതുകൊണ്ട് ഞാൻ ശബ്ദമുണ്ടാക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശത്രു ചിന്നിച്ചിതറി മാറിയിരിക്കും. ഇന്ന് പകൽക്കാലം ഗംഭീരധ്വനി ഊതുവാൻ ശത്രുവിന് നേരെ അണിനിരക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുത്രന് അനുരൂപയായ മണവാട്ടി, പുത്രന് അനുരൂപയായ മണവാട്ടി. 8-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ചന്ദ്രനെ പോലെ, 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നു ഒരിവളാർ.
അവൾക്ക് സ്വന്തമായി നടക്കുവാൻ ഒരു വഴി തിരഞ്ഞെടുക്കുന്ന റൈറ്റ് ഇവിടെ കാണുന്നില്ല. തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിയിരിക്കുകയാണ്. താൻ എങ്ങോട്ട് പോകും അതുവഴിയാണ് മണവാട്ടി പോകുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രക്ഷിക്കപ്പെടുന്നതിനകത്ത് വലിയ വിരോധമൊന്നുമില്ല, യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കുന്നതിനകത്ത് പ്രശ്നമില്ല, പക്ഷെങ്കിൽ എൻ്റെ വഴി ഞാനാ തീരുമാനിക്കുന്നത്, സ്നാനപ്പെടണോ വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അന്യഭാഷ പറയണോ വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. മോനെ, നീ ക്രിസ്തുവിനെ അനുഗമിക്കത്തില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ പ്രിയൻ്റെ മേൽ ചാരുകയാണ്. അദ്ദേഹം എങ്ങോട്ടൊക്കെ പോകും അങ്ങോട്ടൊക്കെ ഞാനും എത്തത്തക്കവണ്ണം തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരിവൾ ആരാണ്? അവൾ ആരാണെന്ന് അവിടെ തന്നെ എടുത്തു പറഞ്ഞു. ഒന്ന്, അവൾ ഉണർന്നത് നാരകത്തിൻ്റെ ചുവട്ടിലാണ്. ഞാൻ അവിടേക്ക് വന്നോളാം. യേശുവിന് പറയാനുള്ളത് ഇതാണ്: ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ കയ്യിൽ വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ എൻ്റെ സഭയെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കേണ്ടതിന് എനിക്ക് വേണ്ടി അധ്വാനിക്കട്ടെ, ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ. വെളിപ്പാട് 1:16 അതുകൊണ്ടാണ് തൻ്റെ കയ്യിൽ ആ നക്ഷത്രങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. 5 5-fold മിനിസ്ട്രീസ് കർത്താവ് തൻ്റെ സഹോദര ശിഷ്യന്മാർക്കായി കൊടുത്തത്. ഇനിയും 4ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11:2-3 ഞാൻ നിൽക്കുന്നത്. 1, ക്രിസ്തു എന്ന ഏകപുരുഷൻ. 2, നിർമ്മല കന്യകയായി. 3, ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന്. 4, വിവാഹ നിശ്ചയം ചെയ്തു. എവിടെയായിരുന്നു വിവാഹ നിശ്ചയം? സോങ് ഓഫ് സോളമൻ ഉത്തമഗീതം 8:5 നമ്മൾ കണ്ടു. ഈ സഭയുടെ അല്ലെങ്കിൽ ഈ മണവാട്ടിയുടെ ഉത്ഭവം നാരകത്തിൻ്റെ ചുവട്ടിലാണ്. 2 മിനിറ്റ് അവിടെ നിന്നേ മതിയാകുള്ളൂ. നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിൻ്റെ അമ്മ നിനക്ക് ജന്മം തന്നത്. നാരകത്തിൻ്റെ ചുവട്ടിൽ പുളിപ്പും മുള്ളും കയ്പും എല്ലാം ഒരുപോലെ ചേരുന്ന ഒരു ചെടിയാണ് നാരകം. നീണ്ട മുള്ളും ഇലയുടെ കയ്പും അതിൻ്റെ ഫലത്തിൻ്റെ പുളിപ്പും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നതാണ്. ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഉപമിക്കുന്നതാണ്. നിൻ്റെ തുടക്കം അവിടെ മോളെ. ഞാൻ നിന്നെ വീണ്ടെടുത്തത് അവിടെ നിന്നാ. നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് നിൻ്റെ അമ്മ നിനക്ക് ജന്മം തന്നത്. അവിടെ വെച്ചല്ലോ അവൾക്ക് പ്രസവവേദന ഉണ്ടായത്. കാൽവറിയിൽ കർത്താവായ യേശു സഭയ്ക്ക് ജന്മം കൊടുക്കേണ്ടതിന് പ്രസവവേദനപ്പെട്ട് കാൽവറിയിൽ കയറിയെന്നും ആകയാൽ ഒരു അരിമക്കുഞ്ഞിനെ സഭയെന്ന പൈതലിന് ജനനം കൊടുത്തുവെന്നും വേദപണ്ഡിതാക്കൾ ഒരുപോലെ ആത്മീയ അർത്ഥത്തിൽ ആ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കും ജീവൻ തരേണ്ടതിന് കാൽവറിയിൽ അർപ്പിക്കപ്പെട്ട യേശുവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എല്ലാവർക്കും പൊതുവെ പരിചയമുള്ള വാക്യമാണ്. ദയവായി ഇങ്ങനെയുള്ള വാക്യങ്ങൾ പരിചയമില്ലാത്തവരിതും മനഃപൂർവ്വം കാണാതെ പഠിച്ചേ മതിയാകൂ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ടെ. എനിക്ക് കാണാതെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ ബൈബിൾ അതിൽ നിന്ന് വായിക്കുന്നതിനകത്ത് അർത്ഥമുള്ളത് കൊണ്ട് ആ ശബ്ദം ഡയറക്റ്റ്ലി നമുക്ക് കേൾക്കേണ്ടതിന്. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ച സ്നേഹത്തിൽ നിന്ന് എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ പുത്രനായ ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കേണ്ടതിന് വേണ്ടി പിതാവിൻ്റെ കാര്യം എന്തായിരുന്നു? നമ്പർ 1, എന്നെ പുത്രനിൽ ദത്തെടുത്തു. അതെല്ലാം ഒരു വശമാണ്. എന്നാൽ എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ തരുവാൻ മടിക്കാതെ വണ്ണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തവൻ എന്നെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ലോകത്തെ അധികം സ്നേഹിച്ചതിനാൽ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കേണ്ടതിന് പുത്രനെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ തീരുമാനിച്ചു. അതാണ് പിതാവിന്റെ സ്നേഹം. ഒന്നുകൂടെ വായിച്ചാട്ട് 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്നുവരെയും നിത്യജീവൻ പ്രാപിച്ചുവെന്ന് 100% ഉറപ്പില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആ റിസ്ക് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുവാൻ, ഉറപ്പ് പ്രാപിക്കുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. പിതാവ് ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ ഗൗരവം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിലെ കുലമരത്തിൽ അറുക്കപ്പെടേണ്ടതിനായി ആ നീച മരണത്തിന് വേണ്ടി ഏൽപ്പിക്കുവാൻ പിതാവിന് തിരിഹിതമായി.
പുത്രൻ എന്നെ ദത്തെടുക്കുവാൻ തീരുമാനിച്ചു. ഞാൻ ദൈവത്തിന് ജനിച്ച പുത്രനല്ല, പകരം എന്നെ പുത്രൻ മുഖേന ദത്തെടുക്കുകയായിരുന്നു. എന്നെ പുത്രൻ മുഖേന ദത്തെടുക്കേണ്ടതിന് വേണ്ടി തൻ്റെ പുത്രനെ കാൽവരിയിൽ തകർക്കുവാൻ പിതാവിന് തിരിഹിതമാകയാൽ ആ പുത്രനെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ആ പുത്രൻ ജഡസ്വഭാവമുള്ളവനായി ജഡരൂപമെടുത്തുകൊണ്ട് തൻ്റെ കന്യകയാകുന്ന മറിയമിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന് അവതരിച്ചു. ഒരു കവി എഴുതിയ ഒരു പാട്ട് ഇങ്ങനെയുണ്ട്: കുപ്പി ഛേദം വരാ സൂര്യൻ കടക്കുമ്പോൾ തൽപരൻ്റെ ഉത്ഭവം കാണവേണം. കുപ്പി ഛേദം വരാ സൂര്യൻ കടക്കുമ്പോൾ തൽപരൻ ഉത്ഭവം കാണവേണം. ഒരു കണ്ണാടിക്ക് കേടുവരാതെ, കണ്ണാടിയുടെ അകത്തൂടെ ട്രാൻസ്പെറൻ്റാണ് കണ്ണാടി, അതിൻ്റെ അകത്തൂടെ സൂര്യൻ്റെ പ്രകാശം മറുവശത്ത് വന്ന് അടിക്കുന്നത് പോലെ കുപ്പിച്ചില്ല് പൊട്ടിത്തെറിക്കാതെ, കുപ്പി പൊട്ടാതെ, കണ്ണാടി ഷീറ്റ് പൊട്ടാതെ അതിൻ്റെ അകത്തൂടെ സൂര്യൻ മറുവശത്തെത്തുന്നത് പോലെ തൽപരൻ്റെ നിത്യനായ ദൈവത്തിൻ്റെ ജനനം നിങ്ങളൊന്ന് കാണണം. കുപ്പിക്ക് ഛേദം വരാതെ സൂര്യൻ കടക്കുമ്പോൾ തൽപരൻ്റെ ഉത്ഭവം കാണവേണം. കന്യകത്വത്തിന് കേടുവരുത്താതെ കന്യകയാകുന്ന മറിയയിലൂടെ ജഡവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തരുവാൻ പിതാവിന് തിരിഹിതമായി ഇതിൻ്റെ പുറകിലത്തെ കാര്യം സഭയ്ക്ക് ജനനം കൊടുക്കുകയാണ്. നാരകത്തിൻ ചുവട്ടിൽ വെച്ചല്ലോ നീ ജനിച്ചത്, അവിടേക്ക് എന്നെ എത്തിക്കേണ്ടതിന് പിതാവ് തൻ്റെ പുത്രനെ അയച്ചു. ഇനി പുത്രൻ പറയുന്ന പദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, 3:14, യോഹന്നാൻ 3:14. പുത്രൻ പറയുന്ന വാക്ക്: മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഓ, യേശു ഇങ്ങോട്ട് വന്നേച്ച് പറയുന്ന പദം ഇതാണ്: മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. ഹല്ലേലൂയ. മോശയുടെ കാലത്ത് ഒരിക്കൽ ജനം അനുസരണക്കേട് കാണിച്ചതിനാൽ, ജനം ദൈവത്തോട് പിറുപിറുത്തതിനാൽ ദൈവം അവരുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവൻ മരിച്ചു വീഴുമ്പോൾ ജനം ഒരുമിച്ച് നിലവിളിച്ചു, മോശ നിലവിളിച്ചു. അവർ ദൈവത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ മോശയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു: മോശേ, ഈ നടത്തുന്നത് മുഴുവനും വരുവാനുള്ളവയുടെ നിഴലാണ്. അതാ ജനത്തെ കാണിക്കേണ്ടതിന് വേണ്ടി നീ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിന്റെ മേൽ ഉയർത്തേണം. പിച്ചള സർപ്പത്തെ നോക്കുന്ന കടിയേറ്റവൻ ആരും മരിക്കയില്ല. അവനെ നോക്കുന്ന എല്ലാവരും പ്രകാശിതരാകേണ്ടതിന്, അവരുടെ മുഖം ലജ്ജിക്കാതെ ഇരിക്കേണ്ടതിന് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നുവെന്നുള്ള യേശുവിന്റെ പ്രസ്താവന പറഞ്ഞു. ഞാൻ വന്നത് ഉയർത്തപ്പെടാനാ. എവിടെ? കൊടിമരത്തിന്റെ മേൽ, ക്രൂശിന്റെ മേൽ ഉയർത്തപ്പെടാൻ വന്നതാ. അതുകൊണ്ടല്ലേ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായവൻ ജഡവേഷമെടുത്ത് മണ്ണിലേക്ക് വന്നപ്പോൾ ഒരു രാജകുടുംബത്തിൽ ജനിക്കാതെ തലചായ്പാൻ ഇടമില്ലാത്തതിനാൽ തോളിന്മേൽ തലചായ്ക്കേണ്ടവനായി, കുറുക്കന്മാർക്ക് കുഴികളും പറവകൾക്ക് കൂടുകളും ഉള്ളപ്പോൾ എനിക്കോ മനുഷ്യപുത്രന് കുടിയിരിപ്പാൻ ഇടമില്ല, വീടില്ല, പകരം തലചായ്പാൻ സ്ഥലം പോലും ഇല്ലാതെ വണ്ണം ഒരു കുരിശിൻ്റെ മേൽ തീരുമെന്ന പ്രസ്താവനയോടെ താൻ ഇവിടേക്ക് ഇറങ്ങി വന്നത് എന്നെ ഉയർത്തേണ്ടതിന് വേണ്ടി അല്ല, നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, ക്രൂശിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിനെ പിതാവായ ദൈവം അയച്ചു. ഈ ക്രൂശിൻ്റെ നന്മ അനുഭവിച്ചിട്ടില്ലാത്തവർ ഇന്നെന്നെ കേൾക്കുന്നെങ്കിൽ ഇതാ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കൂ. തന്നെ നോക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യവും പ്രസക്തി അർഹിക്കുന്നതാണ്. ഈ സീരീസിൽ 3-ാമത്തെ വാക്യമാണ്. 1, പിതാവ് തന്നെ അയച്ചു. 2, തൻ്റെ പ്രഖ്യാപനം, ഞാൻ ക്രൂശിക്കപ്പെടേണ്ടതിന് വന്നതാണ്. 3, 19-30 ക്രൂശിൽ നടത്തിയതിൻ്റെ അന്ത്യമൊഴിയിലൊന്ന്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ അവസാനത്തെ വാക്കായി താൻ വിളിച്ചു പറഞ്ഞത് നിവൃത്തിയായി. ഞാനിങ്ങനെ പറയാറുണ്ട്, ക്രൂശിന്മേൽ തൂക്കപ്പെടവേ ആ ക്രൂശിൻ്റെ മേൽ ഉയർന്നു കിടന്നുകൊണ്ട് തന്നെ പിതാവായ ദൈവം ഈ മണ്ണിലേക്ക് അയച്ച തൻ്റെ ദൗത്യങ്ങൾ എന്തൊക്കെയെന്ന് തൻ്റെ ചെക്ക് ലിസ്റ്റ് ഒന്നുകൂടി എടുത്തു. ചെയ്യേണ്ടത് എന്തെങ്കിലും ഞാൻ ചെയ്യാതെ ഉണ്ടോ? ചെക്ക് ലിസ്റ്റ്. എന്തൊക്കെയാണ് പൂർത്തീകരിക്കേണ്ടത്? പിതാവാം ദൈവം എനിക്ക് തന്നിട്ടുള്ള കടമകൾ എന്തൊക്കെയായിരുന്നു? എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്തു. ക്രൂശിൽ നിവർത്തിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും ചെയ്ത് കഴിഞ്ഞു. ആരംഭത്തിങ്കൽ ഏദനിൽ വെച്ച് ആദം ഹവ്വമാർ തമ്മിൽ പിരിയുവാൻ ഒരുവൻ്റെ മേൽ വേറൊരുവൻ പഴിചാരുമ്പോൾ
എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ തന്നിട്ടുള്ള സ്ത്രീ എനിക്ക് കൊണ്ടെത്തന്ന അതുകൊണ്ട് ഞാൻ തിന്നതാണെന്ന് പറഞ്ഞ് സ്ത്രീയുടെ മേൽ ഒരു പുരുഷൻ പഴിചാരി അന്യോന്യം ഒരു വികടത ഉണ്ടായെങ്കിൽ കാൽവറിയിൽ യേശു കിടന്നുകൊണ്ട് തൻ്റെ അമ്മയാകുന്ന സ്ത്രീയെയും തൻ സ്നേഹിച്ച ശിഷ്യനാകുന്ന യോഹന്നാൻ എന്ന പുരുഷനെയും കണ്ടേച്ച് അവരെ തമ്മിൽ യോജിപ്പിച്ചേച്ച് പറഞ്ഞു, തേണ്ട യോഹന്നാനെ, നിന്റെ അമ്മയോട് പറഞ്ഞു, തേണ്ടേ ഇവൻ നിന്റെ മകനാണ്. ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും കൂടെ കാൽവറിയിൽ യോജിപ്പിച്ചു. ചെക്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടുമുണ്ട് ഒരു കള്ളനെ രക്ഷിക്കണം. തൻ്റെ ഒരു വശത്ത് ക്രൂശിക്കപ്പെട്ട കള്ളൻ്റെ നേരെ തിരിഞ്ഞ് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു. ഇനി നിവർത്തിക്കപ്പെടുവാനാകെയുള്ളത് കയ്പ് കാടി കുടിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നൊരു പ്രസ്താവന വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്, എനിക്ക് ദാഹിക്കുന്നുവെന്ന് പ്രത്യേകത. ഇന്ന് വരെ യേശുവിനെ അംഗീകരിക്കാത്ത ദൈവവൈതലേ, താങ്കളും കൂടെ രക്ഷിക്കപ്പെടേണ്ടതിനാണ്, താങ്കളുടെ ആത്മാവിനും കൂടെ വീണ്ടെടുപ്പ് തരേണ്ടതിനാണ്, പാപത്തിൻ്റെ ഭാരം വഹിക്കുന്ന ദൈവവൈതലേ താങ്കളെയും കൂടെ വിടുവിക്കേണ്ടതിനാണ്. വിജയകരമായ ജീവിതമില്ലാത്ത വിശുദ്ധ ദൈവവൈതലേ വിജയകരമായ ജീവിതം തരേണ്ടതിനാണ് എൻ്റെ ഹൃദയം ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ചൊറുക്ക് കലർത്തിയ കയ്പുകാടി തൻ്റെ ചുണ്ടോടടിപ്പിച്ചു. രുചിച്ചു നോക്കി, വേണ്ട, ഇത് കുടിക്കുന്നില്ല, ഇതുകൊണ്ട് എൻ്റെ ദാഹം തീരത്തില്ല. എൻ്റെ ദാഹം മദ്യത്തിനല്ല, എൻ്റെ ദാഹം മയക്കുമരുന്നിനല്ല, എൻ്റെ ദാഹം കാൽവറിയിൽ ക്രൂശിന്മേൽ മരിക്കുന്നവർ അവരുടെ വേദന ഒരല്പമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്ത് കിട്ടേണ്ടതിന് വേണ്ടി നല്ല ആളുകൾ കൊടുക്കുന്ന ഒന്നാണ് ഈ മരണസമയത്ത് കുടിപ്പിക്കുന്ന ആ അല്പം ലഹരിയുള്ളതായ ആ പദാർത്ഥം. യേശു പറഞ്ഞു, ലഹരിക്കല്ല ഞാൻ ദാഹിക്കുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ വേദനയിൽ നിന്നുള്ള മോചനത്തിനല്ല ഞാൻ ദാഹിക്കുന്നത്, എൻ്റെ ദാഹം വേറൊന്നിനാണ്, ഇത് കുടിപ്പാൻ എനിക്ക് മനസ്സില്ല. പിതാവ് പറഞ്ഞു, തീർന്നു മോനെ, യുവർ ചെക്ക് ലിസ്റ്റ് ഈസ് കംപ്ലീറ്റ്. ഇന്ന് പകൽ ജീവിതത്തിൽ തങ്ങളുടെ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവർക്കായി സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർത്തു എന്ന് ഉറപ്പുവരുത്തുന്നവർക്കായി സ്തോത്രം. താൻ ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു. താൻ കാലിൽ ശ്രദ്ധിച്ചു, കാലയിൽ ആണി അടിച്ചിട്ടുണ്ട്, തലയിൽ മുൾക്കിരീടമുണ്ട്, ശാപങ്ങൾ വഹിച്ചു കഴിഞ്ഞു, കൈകാലുകളിൽ നിന്ന് രക്തം ഒഴുകുന്നു, പാപത്തിൻ്റെ ശിക്ഷ കൊടുത്തു. അടിപ്പിണരുകളാൽ സൗഖ്യം വരുത്തേണ്ടതിന് തൻ്റെ ശരീരം മുഴുവനും അടിയേറ്റവനാണ്. ഒരൊറ്റ വിളി വിളിച്ചു, നിവർത്തിയായി, ഇറ്റ്സ് ഫിനിഷ്ഡ്. അവിടെ സഭ ഉത്ഭവിച്ചു. നിന്റെ ജനനം നരകത്തിൻ ചുവട്ടില. അവിടെ വെച്ച് നിൻ്റെ അമ്മ നോവ് കെട്ടി നിന്നെ പ്രസവിച്ചു. നരകത്തിൻ ചുവട്ടിൽ ജനിച്ചു വീണവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ ജനിച്ച ദൈവപൈതലേ, നിങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് സഭയുടെ ദൗത്യമാണ്. ഇനിയും നിങ്ങളെ ഉപായത്താൽ ചതിക്കേണ്ടതിന് ശത്രു വരും, മറക്കരുത്. കർത്താവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഹൗവയെ ഉപായത്താൽ ചതിച്ച് മാനവവർഗത്തെ മുഴുവനും നശിപ്പിച്ചവൻ്റെ ശക്തി തീർന്നിട്ടില്ല. ഇന്നും അവൻ്റെ ശക്തിയുണ്ട്. ഉപായത്താൽ ചതിക്കേണ്ടതിന് അടുത്തു വരുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഉത്തരവാദിത്വം യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഇരിക്കുന്ന 7 നക്ഷത്രങ്ങൾക്കുള്ളതാണ്. സഭയുടെ ശുശ്രൂഷകന്മാർക്കുള്ളതാ, സഭയ്ക്കുള്ളതാ, ദൈവസഭയുടെ വകയാ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒരേ വിഷയം തന്നെ തിരിച്ചും മറിച്ചും വ്യത്യസ്ത വശങ്ങൾ എടുത്തെടുത്ത് വിശദീകരിക്കുന്നത്. ഇന്നുകൊണ്ടും ഈ വിഷയം തീരുമെന്നല്ല ഞാൻ പറഞ്ഞത്. സഭയുടെ ദൗത്യമാണ് ഒരു ദൈവപൈതലിനെ ദൈവകൃപയിൽ വളർത്തുക. എന്തിനാ ഇത്രയും ശത്രുത്വം സഹിച്ച്, എന്തിനാ ഇത്രയും എതിരാളികളെ ഉണ്ടാക്കി വിശ്വാസത്തിൽ മുന്നേറ്റുവാൻ, തിരുവചനത്തിൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നത്? അതെൻ്റെ ദൗത്യമാ. അതിനുവേണ്ടി ഞാൻ നിയമിക്കപ്പെട്ടവനാ. സാധാരണക്കാരൻ ചെയ്യുന്നത് പോലെ പലതിലും മൗനമായി കൂടെ? നോ, കടമയിൽ ഉൾപ്പെടുന്നതല്ല മൗനമായിരിക്കുക. മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായിരിക്കുന്നു. പക്ഷേ പറയേണ്ടിടത്ത് പറഞ്ഞേ മതിയാകൂ. എൻ്റെ കടമ ഞാൻ ചെയ്യുമ്പോൾ, സഭയുടെ കടമ സഭ ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, അവനവനൊരു കടമയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട്. വായിക്കാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആമേൻ.
യേശുക്രിസ്തുവിൻ്റെ കാന്തയാകേണ്ടതിന് കാൽവറിയുടെ ചുവട്ടിൽ ജനനം ലഭിച്ച ദൈവസഭയെ, ദൈവിക കന്യകയെ, വിശുദ്ധിയിൽ അങ്ങയുടെ ജീവിതത്തെ പൂർത്തീകരിച്ച് സ്വയം സൂക്ഷിക്കുവാനുള്ള ഒരു കടമയുണ്ട്. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നുവല്ലോ. 45-ാം സങ്കീർത്തനത്തിൽ മടങ്ങി വരാം. ഞാനൊന്ന് പറഞ്ഞു, വായിക്കുന്നില്ല. അല്ലയോ കുമാരി, നോക്ക്, കേൾക്ക്, ചെവി ചായ്ക്ക്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക്. നിനക്ക് പലതും സൂക്ഷിക്കാനുണ്ട്, നമുക്ക് പലതും സൂക്ഷിക്കാനുണ്ട്. നിത്യതയിലേക്ക് എത്തണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതിരിക്കണമെങ്കിൽ വിട്ടുപോകുന്നതിനെ വിട്ടതാണ്, തിരിച്ചതിനെക്കുറിച്ച് ഓർക്കരുത്. എബ്രായ ലേഖനത്തിലും പറഞ്ഞവർ വിട്ടുപോകുന്നതിനെക്കുറിച്ച് തിരിച്ചോർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു. വിട്ടുപോകുന്നതിനെക്കുറിച്ച് തിരിച്ചോർക്കാതെ മുൻപിലേക്ക് ഓടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിയോൻ സഞ്ചാരികളെ, മുൻപിലേക്ക് ഓടുവാൻ ഇന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതുമ്പോൾ തന്നെ എൻ്റെ ഓട്ടത്തിൽ സ്ഥിരത കുറച്ചില്ല. ഞാൻ സ്ഥിരതയോടെ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. ചിലർ പറയും ഭയങ്കര പോരാട്ടമായിരുന്ന കുറച്ച് നാൾ സഭായോഗത്തിന് പോയില്ല. പറ, അല്ല, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, പക്ഷെ നാട്ടുകാരെല്ലാം കൂടി എതിരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് സഭായോഗത്തിന് പോകുന്നില്ല എന്ന് വെച്ചു. കുറച്ച് നാളത്തേക്ക് ആ ക്രിസ്തീയം അങ്ങ് വിട്ടു. ഞാൻ പിന്നെ പഴയ പോലെ അങ്ങോട്ട് ജീവിച്ചു. നോ മോനെ, തൽക്കാലത്തേക്കൊരു സാഹചര്യത്തിൽ പുറകോട്ട് പോകാനല്ല. പോരാട്ടം ഉള്ളപ്പോൾ എൻ്റെ ഓട്ടം തികയ്ക്കുകയാണ്. ഞാൻ എൻ്റെ ഓട്ടം ഓടുകയാ. ഇന്ന് പകൽ മുൻപോട്ട് ഓടുന്നവർക്കായി സ്തോത്രം. ഓടുന്ന കൂട്ടത്തിൽ മറക്കരുത്, ഞാൻ നല്ല പോർ പൊരുതു. നമുക്കൊരു പോരാട്ടമുണ്ട്, ദൈവിക വാഗ്ദത്തത്തിനൊരു പോരാട്ടമുണ്ട്. ദൈവിക ലക്ഷ്യത്തിലേക്ക് ഓടുന്നവരെ നമുക്കൊരു പോരാട്ടമുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ വിശ്വാസം കാത്തു. എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് എൻ്റെ പോരാട്ടം. എൻ്റെ വിശ്വാസ മണ്ഡലത്തിൽ നിന്ന് വലിച്ചെറിയുന്നതായ ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മുൻപോട്ട് ഓടുവാൻ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെ മുൻപോട്ട് നടത്തുന്നതാണ് സഭയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ലക്ഷ്യം. പക്ഷേ അവനവൻ്റെ കടമയാണ് വീഴാതെ വണ്ണം നിർത്തുന്നവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വീഴാതെ വണ്ണം മുൻപോട്ട് പോകുക. നമുക്ക് മുന്നോട്ട് പോകുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കാം, സ്വയം സൂക്ഷിക്കാം. 1 പത്രോസ് 1:16 അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 1 പത്രോസ് 1:16. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ മുമ്പേ ഈ വാക്യം ഒന്ന് തൊട്ടു. എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. വായിച്ചങ്ങ് കേൾക്കുന്നത് നല്ലതാണല്ലോ എന്ന് കണ്ട ഒന്നുകൂടെ വായിച്ചത്. ഞാൻ മുമ്പേ ഈ വാക്യം തൊട്ടതാ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പഴയ നിയമത്തിൽ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നിടത്ത് ഈവൻ ഡിഫൈലിംഗ്, ലേവ്യ പുസ്തകം 11:44 വായിച്ചാട്ട് ബ്രദർ, അതും കൂടെ അങ്ങ് വായിച്ചാട്ട്. പഴയ നിയമം കേവലം നിഴലും ദൃഷ്ടാന്തവുമാണ്, പുതിയ നിയമമാണ് പൊരുൾ. അതിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന പഴയ നിയമത്തിൽ നമ്മളിതൊന്ന് കാണുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. 11:44, ലേവ്യർ 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ വാക്യം മറിക്കരുത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച്, എൻ്റെ കടമയാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്. വീഴാതെ വണ്ണം എന്നെ നിർത്തുന്നവനായ ഒരു ദൈവമുണ്ട്. എന്നെ ശുദ്ധീകരിക്കുന്ന പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, വചനമുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്. എന്നാൽ എനിക്കൊരു കടമയുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. പിന്നെ വായിച്ചു, ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഡിഫൈൽ എന്ന ഇംഗ്ലീഷ് പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്, വികൃതമാക്കരുത്. ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണും. എന്നാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ പാറ്റേണിൽ, നിങ്ങളുടെ ബിഹേവിയറിൽ, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾ മലിനരാകരുത്. എനിക്കനുരൂപരായിരിക്കാം. ക്രിസ്തുവിന് അനുരൂപമായ ഒരു സഭയെ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് യെശയ്യാ 35:8-9 നമ്മൾ മുമ്പേ തന്നെ കണ്ടതാണ്. ഒരു വിശുദ്ധ വഴിയിലേക്ക് എന്നെ നിർത്തി. ഇതുവരെ ഓടിയിരുന്ന ഇടത്തു നിന്ന് എന്നെ പറിച്ചെടുത്തു, കളങ്കമുണ്ടായിരുന്ന ഇടത്തു നിന്ന് എന്നെ പറിച്ചെടുത്ത്. ഹല്ലേലൂയ! ക്രിസ്തുവിൻ്റെ തോട്ടത്തിൽ കൊണ്ട് നടപ്പെട്ട ദൈവ പൈതലേ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയെ യാത്ര ചെയ്യുവാൻ, അത് വിശുദ്ധ വഴിയാ. ഒരു അശുദ്ധൻ അവിടെ പ്രവേശിക്കയില്ല.
നിങ്ങളോടുന്ന വിശുദ്ധ വഴിയിൽ ഒരു അശുദ്ധൻ പ്രവേശിക്കയില്ല എന്ന് പറഞ്ഞാൽ അശുദ്ധന്മാരോടുന്ന അശുദ്ധ വഴിയിൽ അല്ല നിങ്ങൾ യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ വഴി തികച്ചും വ്യത്യസ്തമാണ്. അശുദ്ധൻ പോകാത്ത വഴി വീണ്ടെടുക്കപ്പെട്ടവരുടെ വഴിയാണത്. മത്തായിയുടെ സുവിശേഷം 25:1 മുതൽ 4 വരെ വേഗത്തിലങ്ങ് വായിക്കാം. നമുക്കറിയാവുന്ന വേദഭാഗമാണിത്. തന്നെത്താൻ സൂക്ഷിക്കുക എന്ന ആശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടിയ പാത്രത്തിൽ എണ്ണയും എടുത്തു. മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാരെ കുറിച്ച് പറയുകയാണ്. 1, അവർ 10 പേരും മണവാളനെ എതിരേൽക്കുക. ഏക ലക്ഷ്യം, ഏകാഗ്രത. എനിക്ക് വേറൊരു ലക്ഷ്യമില്ല. ഞാൻ പലത് ചെയ്യുന്ന കൂട്ടത്തിൽ സുവിശേഷ വേല ഒന്നല്ല. ഞാൻ പലതിനു വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ആത്മീകം ഒന്നല്ല. എൻ്റെ മെയിൻ കോഴ്സ് ദൈവത്തിന് വേണ്ടി ഓടുകയാണ്. ആ കൂട്ടത്തിൽ ആവശ്യമുള്ള പലതും ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ മെയിൻ പർപ്പസ് യേശുവിന് വേണ്ടി ജീവിക്കുക. എൻ്റെ മെയിൻ പർപ്പസ് യേശുവിന് വേണ്ടി ജീവിക്കുക. മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർ. 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് വിളക്കുമുണ്ട്, പാത്രത്തിൽ എണ്ണയുമുണ്ട്. വിളക്ക് കൃപാവരങ്ങളെ ചിത്രീകരിക്കുന്നതാ, ആത്മീക ആരാധനയെ ചിത്രീകരിക്കുന്നതാ. പഴയ നിയമ ദേവാലയം, നിഴലായ ദേവാലയത്തിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കണമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് യാഗപീഠത്തിൻ്റെ മേൽ ഇറങ്ങിയ സ്വർഗീയമായ അഗ്നി അല്ലാതെ ഒരു അന്യാഗ്നി അതിന് കത്തിക്കാൻ പാടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ സ്വർഗീയമായ ഒരു അഗ്നിയാൽ എരിയുന്ന ഒരു ദീപം. ബേഥേൽ ചർച്ച് അങ്ങേയറ്റം ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ശരീര ആത്മ ദേഹികളെ ഒരുപോലെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന സഭയാണ്. ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ്, ഇവ മൂന്നും ഒരുപോലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് നമ്മുടെ ആരാധനകളിൽ നമ്മെ തന്നെ മുഴുവനായി സ്വയം മറന്നേൽപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന സഭയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അന്യാഗ്നി കത്തിക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിങ്കിൽ നിന്ന് വീണ ഒരഗ്നി മാത്രമേ കത്താവൂ. തോന്നിയതെല്ലാം അന്യഭാഷയാണെന്നും പറഞ്ഞ് ബ്ലാബർ ചെയ്യരുത്. പകരം പരിശുദ്ധാത്മാവ് നാവിൻ്റെ മേൽ തരുന്നത് ഉച്ചരിക്കാൻ മറക്കുകയും അരുത്. പരിശുദ്ധാത്മാവ് തരുന്നത് പോലെ മാത്രം ഉച്ചരിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ബ്ലാബർ ചെയ്യാനല്ല, കൃപാവരങ്ങൾ ഇല്ലാത്ത ഇടത്ത് ആക്ട് ചെയ്ത് കാണിക്കാനല്ല. ദൈവം തരുന്നത് ചെയ്യുവാൻ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നവർക്കായി സ്തോത്രം. അതിൻ്റെ ഒരു പകർപ്പല്ല, പകരം അതിൻ്റെ ഒറിജിനലാണ് നമുക്ക് വേണ്ടത്. ഒരു കാർബൺ കോപ്പി അല്ല, അതിൻ്റെ ആക്ച്വൽ ഒറിജിനലാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ യഥാർത്ഥമായതാണ് നമുക്ക് വേണ്ടത്. യാഗപീഠത്തിൽ കത്തിയ തീയ യാഗപീഠത്തിൽ നിന്നും വിളക്കിലേക്ക് മാറ്റി വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ആ വിളക്ക് കെട്ടുപോകാതിരിക്കേണ്ടതിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ പുരോഹിതനകത്ത് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കരിന്തിരികളെ മുറിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കത്തുന്നൊരു ദീപത്തിനായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കത്തുന്ന വിളക്കുകൾ അത് ആത്മീയന്റെ ലക്ഷണമാണ്. മണവാളനെ എതിരേൽക്കാൻ പുറപ്പെടുന്നവർ സ്വയം സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കത്തുന്ന വിളക്ക്. 2, പാത്രത്തിൽ എണ്ണ. ചിലർ പറയാറുണ്ട് ആത്മീകമൊക്കെ ആത്മാവിൻ്റെ മാത്രം കാര്യമാണ്, ജഡത്തിൻ്റെ അല്ല. അല്ല മോനെ, ഞാനത് ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. മൺപാത്രങ്ങളിൽ ഈ നിക്ഷേപം പരിശുദ്ധാത്മാവ് പകർന്നു വെച്ചാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധി മൺപാത്രത്തെ മുഴുവനും ഭരിക്കും. അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഉണ്ടെങ്കിൽ പുറമേ അത് ദൃശ്യമായി വരും. അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയുണ്ടെങ്കിൽ പുറമേ അത് ദൃശ്യമായി വരും. കത്തുന്ന വിളക്കും പാത്രത്തിൽ എണ്ണയും ഒരുമിച്ച് സൂക്ഷിക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ പാത്രത്തിൽ എണ്ണ ഉണ്ടായിരിക്കണം. ഉത്തമഗീതങ്ങൾ 6:10 കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം. മുമ്പ് ഞാൻ ആ വാക്യം തൊട്ടതാ. യേശുവിൻ്റെ വായിൽ ഇരുവായ്ത്തലയുള്ള വാളുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കാഹളമുണ്ട്. എന്തിനു വേണ്ടിയാ? ഒന്നുകൂടെ വാക്യം ദയവായിട്ട് വായിക്കാമോ ബ്രദറെ? കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോർ ഇവളാർ. ചെറിയൊരു പ്രശ്നം ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ വിശ്വാസം പോകാതെ പ്രാർത്ഥിച്ചോണേ, എൻ്റെ നിലനിൽപ്പിനായി പ്രാർത്ഥിച്ചോണേ. ഒന്ന് ചുമ്മാ ഇരുന്നേ. വിളിക്കപ്പെട്ട ദൈവപൈതലേ, എൻ്റെ കയ്യിലുമുണ്ടൊരു കാഹളം. എൻ്റെ വായിൽ വെച്ച് ഞാനത് ഊതിയിരിക്കും. നീ അടിപ്പ് പണിയായി 2 കാഹളങ്ങൾ ഉണ്ടാക്കണം.
ശത്രുവിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗംഭീരധ്വനി ഊത്. ഉറച്ചു നിന്നുകൊണ്ട് ആ ധൈര്യത്തോടെ കഴിഞ്ഞ ആഴ്ചകളിൽ ബിലീഫ് ലെവലും ഫെയ്ത്ത് ലെവലും വിശ്വാസത്തിൻ്റെ രണ്ട് അളവുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഫെയ്ത്ത് ലെവലിലേക്ക് ഉളരുന്ന ദൈവ പൈതലെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമെന്ന വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് ശത്രുവിൻ്റെ തീയമ്പുകളെ അടിച്ചിടുമ്പോൾ തന്നെ പ്രൈസ് ദ ലോർഡ് ഉന്നം വെച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ദൈവ പൈതലെ, ആ കാഹളം ധ്വനിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ശത്രു കീഴടങ്ങും. ശത്രുവിനെ കീഴടക്കുന്ന വചനമെന്ന കാഹളം, ദൈവത്തിൻ്റെ വചനത്താൽ ശത്രുവിനെ ജയിക്കുന്നതായ ദൈവിക വ്യാപാരം നമുക്കിന്ന് തന്നിരിക്കയാൽ കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഒരിവളാർ, അവൾക്കൊരു ഭയങ്കരത്വമുണ്ട്. ദൈവസഭ ഭയങ്കരമാണ്, ഭയങ്കരത്വമുള്ളതാണ്. അതിനോട് എതിർത്തവരൊക്കെ കാലത്തിൻ്റെ പോക്കിൽ ചതഞ്ഞു വീണത് ഞാൻ കണ്ടതാ. കൊച്ചായുസിൽ അല്പസ്വല്പം ചരിത്രം കേൾക്കാനും വായിക്കാനും കഴിഞ്ഞതിനാൽ എതിർത്തവരെ ഒക്കെ തകർത്തതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വായിൽ നിന്ന് വരുന്ന വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അത് കറ്റകളെ കത്തിക്കുന്നതായ, കറ്റകൾ സാധാരണഗതിയിൽ കത്തിക്കുന്നതല്ല, മെതിച്ചെടുക്കുന്നതാ. എന്നാൽ മെതിക്കാൻ ഒതുങ്ങാത്ത കറ്റയ്ക്ക് വേണ്ടി വേറൊരു പ്രയോഗം കൂടെ ഈ വായിലുണ്ട്. കറ്റകളെ കത്തിച്ചു കളയുന്ന തീജ്വാല പോലെ ഈ ദിവസങ്ങളിൽ ചിലതെല്ലാം ഇറങ്ങി വരേണ്ടതിന് ആ കാഹളം ധരിക്കുന്നവർക്കായി കൊണ്ടു നടക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇനിയും ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റ് വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. കണ്ടേ, പ്രിയൻ പ്രസാദിക്കുമാറ് പ്രിയ തൻ്റെ സുഗന്ധം കാണിക്കുന്ന ഒരു രംഗം കൂടെ തൊട്ട് വെച്ച് നമ്മുടെ നിർത്താൻ പോവുക. പ്രിയവരുടെ വിളിച്ചു പറയുന്നതാണ്, തെന്നിക്കാറ്റേ വരിക, വടതിക്കാറ്റേ ഉണരുക, വടക്കൻ കാറ്റേ വാ, തെക്കൻ കാറ്റേ അടിക്ക്. വേദപുസ്തകത്തിൽ വ്യത്യസ്ത കാറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യത്യസ്ത ദിശകളിൽ നിന്ന് അടിച്ചത്. അത് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും 4 ദിശകളിൽ നിന്ന് അടിക്കുന്ന കാറ്റുണ്ട്. വടക്കൻ കാറ്റിൻ്റെ പ്രത്യേകത, വടക്കൻ കാറ്റും തെക്കൻ കാറ്റുമാണ് തോട്ടത്തിൻ്റെ മേൽ അടിക്കേണ്ടത്. വടക്കൻ കാറ്റിൻ്റെ പ്രത്യേകത അത് മഴ കൊണ്ടുവരുന്ന കാറ്റാണ്. വായിക്കണമെന്നില്ല, പ്രൊവേർബ്സ് 25:23 അത് മഴ കൊണ്ടുവരുന്ന കാറ്റാണ്. വടക്കൻ കാറ്റിൻ്റെ പ്രത്യേകത എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ വരുമ്പോൾ അതിനോടുകൂടെ കൊള്ളിയാനുണ്ട്, അതിൻ്റെ കൂടെ തീയുണ്ട്, അതിൻ്റെ കൂടെ ഇടിനാദമുണ്ട്, മുൻമഴയും പിന്മഴയും ഉണ്ടാക്കുന്നതാണ് ഈ കാറ്റ്. വടക്കൻ കാറ്റ് നന്മയുടെ കാറ്റ്, അനുഗ്രഹത്തിൻ്റെ കാറ്റ്, അത് കുളിർമയുടെ കാറ്റ്, തണുപ്പിൻ്റെ കാറ്റ്. ഭൂമിയുടെ ഉത്തരദിക്കിൽ നിന്നും അല്ലെങ്കിൽ വടക്കേ അർദ്ധഗോളത്തിൽ നിന്നും തൻ്റെ തണുത്ത കാറ്റ് ഇങ്ങോട്ട് അടിച്ചു വരുന്ന ചരിത്രം എടുത്തുകൊണ്ടാണ് ഇസ്രയേലിനോടുള്ള പശ്ചാത്തലത്തിൽ ഇവിടെ പറയുന്നത്. വടക്കൻ കാറ്റ് തണുപ്പ് കൊണ്ടുവരുന്ന കാറ്റാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 12:55 യേശു പറഞ്ഞു തെക്കൻ കാറ്റ് ഉഷ്ണമുള്ളതാണ്. 2 തരം കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് സൗരഭ്യമേ വരൂ. ആമേൻ. ഈ തോട്ടത്തിൽ നിന്ന് എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കുന്നെങ്കിൽ ഈ തോട്ടത്തിൽ നിന്ന് സൗരഭ്യമേ വരൂ. വടക്കൻ കാറ്റും അടിക്കും, തെക്കൻ കാറ്റും അടിക്കും, ഈ തോട്ടത്തിൻ്റെ മേൽ അടിക്കുക. ഒരു ആശയം കൂടെ ഞാൻ ഇവിടെ തൊട്ടോട്ടെ. വടക്കൻ കാറ്റ് തെക്കൻ കാറ്റായി മാറുമെന്നൊക്കെ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. കറങ്ങി വരുന്ന കാറ്റുകൾ, ഞാൻ ഈ ഓരോ കാറ്റുകളെ ഇതിൻ്റെ ദിശകളെയും ഒക്കെ ചിന്തിക്കാൻ എളുപ്പമല്ല, മാത്രമല്ല ഇത്രയും അത്യാവശ്യമുള്ളതല്ല. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഒന്നുകൂടെ മടങ്ങി വരട്ടെ. 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങളിൽ 1 ക്രിസ്തു എന്ന ഏകപുരുഷൻ തൻ്റെ യോഗ്യതകൾ, 2 തനിക്കനുരൂപയായ നിർമ്മല കന്യക അവളുടെ യോഗ്യതകൾ, 3 ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ സഭയും ശുശ്രൂഷകന്മാരും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം, 4 വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു വീണ്ടെടുത്തു, താനുമായുള്ള വിവാഹ നിശ്ചയം നടന്നു. എന്നാൽ ഇതിനെതിരെ ഒരു ശത്രു ഉണ്ട്. അവൻ ഉപായത്താൽ ചതിക്കും. നേരിട്ട് ചതിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ദുരുപദേശമാണെന്ന് പറഞ്ഞുകൊണ്ടല്ല. വീണുപോയ സഭകൾ, പൊളിഞ്ഞുപോയ ശുശ്രൂഷകന്മാർ, നടക്കാതെ പോയ പ്രവചനങ്ങൾ എന്നിത്യാദി ദൈവകൃപയുടെ നെഗറ്റീവ് സൈഡിനെ ഒരുത്തൻ തൊട്ടാൽ തിരിച്ചറിയൂ, ഇത് പൊളിക്കുന്ന പരിപാടിയാ. അതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചത്. പണിയുന്ന പരിപാടി എന്നെ ഏൽപ്പിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരുടെയെങ്കിലും വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് അവർ പുറകോട്ട് പോകാതെ നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്, ഉറച്ചു നിൽപ്പീൻ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി നിർത്തുന്ന നിത്യപിതാവേ, പരിശുദ്ധ പിതാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ തൃക്കരങ്ങളിൽ തരുന്നു. സഭയെയും ഇന്നടിയൻ്റെ മെസ്സേജ് കേട്ട എല്ലാവരെയും ഏൽപ്പിക്കുന്നു. അങ്ങവരെ അനുഗ്രഹിക്കണം, അങ്ങവരെ വാഴ്ത്തണമേ.
മഹത്വം കർത്താവിന്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ചുരുക്കമായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്തു വരുന്നത് പോലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസഭയുടെ ആചാരം എന്നതുപോലെ ഇന്നും സ്തോത്രകാഴ്ചകൾ നൽകുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന QR കോഡിലേക്ക് നിങ്ങളുടെ ഓഫറിങ്സിന് വേണ്ടിയുള്ള അവസരങ്ങൾ തുറന്നു തരുകയാണ്. മാത്രമല്ല, നമ്മുടെ ഫാമിലി പ്രയറിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഡേറ്റാബേസിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവുമുള്ള ബൈബിൾ സ്റ്റഡി സീനിയർ പാസ്റ്റർ എടുക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും അയച്ചാൽ എല്ലാ ദിവസവുമുള്ള കുടുംബ പ്രാർത്ഥനയുടെ ലിങ്കും മാത്രമല്ല ബൈബിൾ സ്റ്റഡിയുടെ ലിങ്കും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അങ്ങനെ ബഥേൽ AG ചർച്ചിൻ്റെ ബൈബിൾ സ്റ്റഡീസ്, ലൈവ് ഇവൻറ്റ്സ്, ഫാമിലി പ്രെയർ എല്ലാത്തിലും ചേരുവാൻ സാധിക്കും. കൂട്ടായ്മയുടെ ബന്ധം നിങ്ങൾക്ക് മറ്റൊരിടത്തില്ലെങ്കിൽ ഈ കോവിഡ് സീസൺ കഴിയുന്നിടം വരെ, വീണ്ടും ആരാധനകൾ തുടങ്ങുന്നിടം വരെ നിങ്ങൾക്ക് ആ കൂട്ടായ്മയുടെ ബന്ധം ആചരിക്കുവാൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ കൂടെയും, മാത്രമല്ല അത്രയും ഡേറ്റ ഇല്ലാത്തവർക്ക് വോയിസായി മാത്രം മിക്സെല്ലാർ എന്ന് പറയുന്ന ദറ്റ് ലിങ്ക് ഇറ്റ്സ് വെരി ഈസി. ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ റേഡിയോയ്ക്കകത്തൂടെ കേൾക്കുന്നത് പോലെ വിഷ്വൽസ് ഇല്ലാതെ വളരെ കുറഞ്ഞ ഡേറ്റാബേസ്, വളരെ കുറഞ്ഞ ബാൻഡ് വിഡ്ത്ത് നിങ്ങൾക്കത് കേൾക്കുവാൻ സാധിക്കും. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചാൽ അതും നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭ്യമായിരിക്കും എന്നോർപ്പിക്കട്ടെ. ഒരു പാട്ടും കൂടെ പാടി ദൈവത്തെ ആരാധിക്കാം. അതിനെ തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഗാഡ് ബ്ലെസ് യു. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. രോഗനിരാശകൾ നടുവിൽ കർത്താവിനെ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയുമോ? എൻ ബലവും എൻ സങ്കേതവും എൻ കോട്ടയും എൻ്റെ യേശു അത്രേ. ചേർന്ന് പാടി ആരാധിക്കാം. കാണുന്നു ഞാൻ യേശുവിനെ, സർവശക്തനാം സൃഷ്ടികർത്താവിനെ. യേശുവിനെ, സർവശക്തനാം സൃഷ്ടികർത്താവിനെ, അലറും തിരകൾ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. കാണുന്നു ഞാൻ യേശുവിനെ, സർവശക്തനാം സൃഷ്ടികർത്താവിനെ, അലറും തിരകൾ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. എൻ ബലവും എൻ സങ്കേതവും കോട്ടയുമേശുവല്ലോ, ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതനാ. എൻ ബലവും എൻ സങ്കേതവും കോട്ടയുമേശുവല്ലോ, ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതനാ. രോഗനിരാശകൾ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. പ്രശ്നങ്ങളെ ഞാൻ നോക്കുന്നില്ല, നോക്കുന്നു എൻ യേശുവിനെ. രോഗനിരാശകൾ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. പ്രശ്നങ്ങളെ ഞാൻ നോക്കുന്നില്ല, നോക്കുന്നു എൻ യേശുവിനെ. എൻ ബലവും എൻ സങ്കേതവും കോട്ടയുമേശുവല്ലോ, ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതനാ. എൻ ബലവും എൻ സങ്കേതവും കോട്ടയുമേശുവല്ലോ, ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതനാ. ഈ ചൂളയതിൻ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. എതിർപ്പുകളെ ഞാൻ നോക്കുന്നില്ല, നോക്കുന്നു എൻ യേശുവിനെ. ഈ ചൂളയതിൻ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. എതിർപ്പുകളെ ഞാൻ നോക്കുന്നില്ല, നോക്കുന്നു എൻ യേശുവിനെ. എൻ ബലവും എൻ
സങ്കേതവും കോട്ടയും യേശുവല്ലോ. ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതരാ. എൻ ബലവും എൻ സങ്കേതവും കോട്ടയും യേശുവല്ലോ. ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതനാ. കാണുന്നു ഞാൻ യേശുവിനെ, സർവശക്തനം സൃഷ്ടികർത്താവിനെ. അലറും തിരകൾ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. കാണുന്നു ഞാൻ യേശുവിനെ, സർവശക്തനം സൃഷ്ടികർത്താവിനെ. അലറും തിരകൾ നടുവിൽ ഞാൻ കാണുന്നു എൻ കർത്താവിനെ. എൻ ബലവും എൻ സങ്കേതവും കോട്ടയും യേശുവല്ലോ. ഒരിക്കലും എന്നെ പിരിയാത്ത ഉത്തമ സ്നേഹിതനാ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷങ്ങൾ മുതൽ നമ്മുടെ പാട്ടുകളിൽ, വചന ശുശ്രൂഷയിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്ന് വരുന്ന ഒരാഴ്ച ആവശ്യമുള്ള ദൈവകാവൽ, ദൈവിക കൃപ, ദൈവിക സഹായം ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആശീർവാദം പറയുമെങ്കിലും മാറാത്ത ദൈവ സാന്നിധ്യം നമ്മുടെ കൂടാരങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അളവുകൾ നമ്മുടെ മേൽ വർദ്ധിച്ചു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചകൾ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തതുപോലെ നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നൽകുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷങ്ങൾ മുതൽ ഇതുവരെ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പാട്ടുകൾ സ്വർഗം ആരാധനയായി അംഗീകരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സകലതും സ്വർഗം ഞങ്ങൾ അർപ്പിച്ചതൊക്കെയും അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച്, അതേസമയം ഞങ്ങളോട് അരുളി ചെയ്ത ഓരോ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ സകലതും ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിച്ച് ഞങ്ങളുടെ വിശുദ്ധനാമത്തെ ഉയർത്തുകയാണ്. ഈ വിശുദ്ധി ആരാധനയിൽ കർത്താവേ, ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, രോഗസൗഖ്യമായി, ഹൃദയത്തിൽ സമാധാനവും ധൈര്യവുമായി, മനസ്സിനാവശ്യമുള്ള സ്വസ്ഥതയായി, ആത്മാവിനാവശ്യമുള്ള ശക്തിയായി, സൗഖ്യമായി കർത്താവ് പകർന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും പകർച്ചകൾക്കായും സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ ഈ ആരാധനയിൽ അങ്ങയുടെ നാമത്തെ വീണ്ടും ഉയർത്തുന്നു. പിരിയട്ടെ, പിരിയാത്ത സാന്നിധ്യത്തിൽ മറച്ചാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളോർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.